ഒരു പാട്ട് പാടാൻ അറിയുമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പാട്ട് പാടി ഇൻട്രൊഡ്യൂസ് ചെയ്തേനെ ഇദ്ദേഹത്തിനെ. പക്ഷേ ഇല്ല, ഞാൻ മുതിരുന്നില്ല. ഹലോ ഹായ് നമസ്കാരം, യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് സ്റ്റോറീസ് അൺടോൾഡ് വിത്ത് ആർജെ ഗദ്ദാഫി. വി ഹാവ് ദ വൺ ആൻഡ് ഓൺലി വീണ നായർ. ചേച്ചി നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഇൻട്രോ പറഞ്ഞു ഞാൻ കൈ അടിക്കുന്നു. ഞാനുണ്ട്. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? എന്താ വിശേഷം? നല്ല വിശേഷം, സന്തോഷമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇങ്ങനെ തന്നെ പോയാ വലിയ കുഴപ്പമില്ല. ഞാൻ ചേച്ചീനെ ആണ് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത്, ആ കുട്ടികളൊന്നും പറയൂ, തട്ടിമുട്ടിലായിട്ട് വരെ എത്ര നാളായി കുട്ടിയെ കണ്ടിട്ട്. അതിപ്പോ ഈ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് സിയിൽ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ടാണോന്ന് അറിയില്ല, മഴവിൽ മനോരമയിൽ ഇപ്പൊ അവരെ വിളിക്കണില്ല. കാരണം രണ്ടും ഈ സിക്കോം പോലെ ഒരേ പാറ്റേണിൽ പോണതല്ലേ. അപ്പൊ ഇതിങ്ങനെ ദേവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ വന്നു. പക്ഷെ എത്ര ഇനിയും വേറെ ചെയ്താലും കോകില അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ ഇപ്പോഴല്ലേ നല്ലേ നാളെ വിളിക്കും. പിന്നെ അമ്മയൊക്കെ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ളൊരു ഭയങ്കര കുറവുണ്ട് അതിനകത്ത്. ഭയങ്കര അല്ല, ഒരു വലിയ കുറവുണ്ട് അതിനകത്ത്, ലളിതാമ്മ ഇല്ലാത്തതിന്റെ. പിന്നെ ചിലപ്പോ വരുമായിരിക്കും. പിന്നെ ഇപ്പോഴും പഴയ എപ്പിസോഡ്സ് കിടന്ന് ഓടുന്നോണ്ട് എവിടെ ചെന്നാലും അല്ല എവിടെ ചെന്നാലും പിള്ളേരാ കൂടുതൽ. ഈ പിള്ളേര് മോന്റെ ഒക്കെ പ്രായത്തിലുള്ള കുട്ടികളാണ് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, കോകിലാൻഡി കോകിലാൻഡി. പക്ഷെ അത് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോ. അതെ 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 അതെ, അത് കണ്ടിട്ടാണ് ജിബു ചേട്ടന്റെ വൈഫ് ബോബി ചേച്ചി. അതിനകത്തും ടിസ്റ്റ് മഞ്ജു പിള്ളയാണ് ഈ ക്യാരക്ടറിനെ ആദ്യം വിളിക്കുന്നത്, വെള്ളിമുങ്ങയിലെ. മഞ്ജു ചേച്ചിക്ക് ഡേറ്റ് ഇല്ലാതെ വന്നിട്ടാണ് നെക്സ്റ്റ് ബോബി ചേച്ചി പറയുന്നത്, അതിനകത്ത് വേറൊരു കുട്ടിയുണ്ട് ഭക്ഷണമൊക്കെ എപ്പോഴും കഴിക്കുന്നത്, കോകില എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന, അതിനെ വിളിക്കുന്ന പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചപ്പോ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് അന്ന് സിനിമയെന്ന് പറഞ്ഞൊരു മോഹമേ മനസ്സിലില്ല, സിനിമ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ അതിന് ചെയ്യാലോ, എത്ര ദിവസം, ഓക്കെ പേയ്മെന്റ് ഇപ്പൊ എന്തായാലും എന്താ 4 ദിവസത്തെ വർക്കേ ഉള്ളൂ. അപ്പോൾ പുതിയ ഡയറക്ടറാണ് ചെയ്യുന്നത്, ക്യാമറമാനായിട്ടിരുന്ന ആളാണ്. അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. സിനിമ ചെയ്യുന്നു, ബിജുമേനുണ്ട് അതിനകത്ത്, പോയി ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിനിമ കൊണ്ട് കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കും, ഇനി അടുത്ത പടം വരും, ഒന്നുമില്ല. അങ്ങനെ ആ പ്രോജക്റ്റ് ചെയ്തു. ഏപ്രിലാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. ഏപ്രിൽ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. ജൂണിൽ കല്യാണമാണ് എൻ്റെ. അപ്പൊ ഞാൻ അതോടുകൂടി ഓൾറെഡി മുന്നേ തീരുമാനിച്ചിരുന്നു. അത് സൺ ടി വിയിൽ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. ആ സീരിയൽ തീരുന്നതോടുകൂടി ഇൻഡസ്ട്രി വിടുകയാണ്. അതെന്താന്ന് വെച്ചാൽ അതിങ്ങനെ ഡാൻസ് സ്കൂൾ തുടങ്ങണം, കുറച്ച് ഡാൻസിലേക്ക് ശ്രദ്ധിക്കണം, അങ്ങനെ പോകണം, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന്റെ പേരിലാണ്. അല്ലാതെ ഇൻഡസ്ട്രി മൊത്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സീരിയൽ മറ്റേ തമിഴ് കഴിഞ്ഞു. ഇത് സെപ്റ്റംബർ 25 ഈ സിനിമ റിലീസാവുന്നു. ഈ സിനിമ റിലീസാകുമ്പോൾ അക്കാമ ചെയ്യുക, ഞാൻ അക്കാമ കോമഡി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് തീർന്നതോടെ പരിപാടി നിർത്താന്നുള്ള തോട്ട് ഉണ്ട്. അപ്പൊ അക്കാമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് എനിക്ക് പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണോ, എടി സിനിമ നീ കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഷൂട്ടില്ല, നിങ്ങൾ പോയി കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ പറയും. ആ ഒരു മൈൻഡ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുള്ളി കണ്ടിട്ട് പറഞ്ഞു, എടി പടം സൂപ്പറായിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അപ്പോഴും എന്നെ നന്നാക്കാൻ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. രാത്രിയിൽ ഞാൻ സിനിമ കാണാൻ പോയപ്പോഴത്തേക്കിനും നല്ല ഫുള്ള് തിങ്ങി നിൽക്കുകയാണേ, ജനം നല്ല നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ബിഗ് സ്ക്രീനിൽ എന്നെ കാണണം, പക്ഷെ അത് നടന്നില്ല. അവര് രണ്ടുപേരും അതിന് മുന്നേ പരിപാടിയൊക്കെ തീർത്ത് മേലേക്ക് പോയി, മുന്നേ സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുശേഷം ഞാൻ ആ തിയേറ്ററിൽ ഇങ്ങനെ കാണുമ്പം ഒരു ഭയങ്കര ഹാപ്പി ഉണ്ട്, എന്നാ അവരില്ല എന്നുള്ളൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അടുത്ത സിനിമയ്ക്ക് എന്നെ വിളിക്കുമെന്നോ കാരണം എനിക്ക് അങ്ങനെ സിനിമയിൽ ആരും കോണ്ടാക്റ്റും ഇല്ല, അറിയില്ല. പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടറുകൾ സംഭവങ്ങളൊക്കെ വന്നു. പക്ഷെ സിനിമ ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു എടുത്തോ, വെറുതെ വിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 32 പടം ഇപ്പം ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഇനി ഏത് പടം ചെയ്താലും എല്ലാവർക്കും അറിയുന്നത് വെള്ളിമുഖയാണ്. വേറെ ആരും ചെയ്യാൻ വേറെ പടമെല്ലാം ചെയ്തായിരുന്നു ഇതിനിടയ്ക്ക്. പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോഴേ മനസ്സിലായത് ശരിയാണല്ലോ. അത് നമ്മൾ ചിത്രം 6-ാം നമ്പറാനൊക്കെ കാണുന്ന പോലെ ഈ പടം എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്പാടി വലുതായാലും അമ്പാടിയുടെ കുഞ്ഞായാലും അവരുൾപ്പെടെ ഈ പടം കാണും ഉറപ്പായിട്ടും. കാര്യം അതിങ്ങനെ ഏഷ്യനെറ്റ് ആണെങ്കിൽ അതിനെ ഏത് നല്ല ദിവസങ്ങളിലും ഇട ദിവസങ്ങളിലൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുക പടം. അത് മുഷിയില്ല പിന്നെയും കാണുമ്പോൾ. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാര്യം അങ്ങനെ ഒരു പടം കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നതായത് ബോണസാ എല്ലാ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
നീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോരട്ടെ. നിനക്ക് എനിക്കൊരു അവസരം ചെയ്തില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെ നോട്ട് ഷോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഒരു വേഴ്സറ്റൈൽ ആക്ട്രസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ തട്ടിമുട്ടിന്നായിരിക്കും, അല്ലെങ്കിൽ സിനിമയിലാണെങ്കിൽ വെള്ളിമൂങ്ങന്നായിരിക്കും. പക്ഷേ ചേച്ചിനെ ഞാൻ പണ്ട് തൊട്ടേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ടാലന്റ് ആണ്. എപ്പോഴാണ് ചേച്ചി ചോദിക്കുക? താരോത്സവമായിരിക്കും. അതെ, അതിൽ ചേച്ചിയുടെ താരോത്സവം ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കൈരളിൽ ഒരു പ്രോഗ്രാം അതന്നെ താരോത്സവം. അതിൽ ചേച്ചി ഒരു ഡാൻസ് പെർഫോമൻസ് കളിച്ചിട്ടുണ്ട്. ഡാൻസ് ആണോ? ആണിയിലുള്ളതാണോ? അല്ല, ആണിലൊന്നുമല്ല. ഞാൻ പറയട്ടെ, ചേച്ചി ഒരു ശിവന്റെ ഒരു ഡാൻസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും ഉണ്ടാവില്ല അത്. അല്ല, അത് ശിവനും ഞാനും ഒരാളോട് ഉണ്ടോ? അപ്പൊ ഞാൻ ശിവനായിട്ട് വേഷം ചെയ്തു. രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. ശിവനും പാർവതിയുടെ ചേച്ചി. അത് എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിലായിരുന്നു. ഓർമ്മയില്ല ഏതാണെന്ന് ഓർമ്മയില്ല. പക്ഷെ അത് ഭയങ്കര എനർജറ്റിക് ആയിട്ടാ ചേച്ചി കളിച്ചോണ്ടിരിക്കുന്നത്. അന്ന് ചേച്ചിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി കൊള്ളാലോ. ഞാൻ പറഞ്ഞില്ല എന്റെ ചേച്ചിയുടെ പോലെ ഉണ്ട് ചേച്ചിനെ കാണാൻ. അപ്പൊ ചേച്ചിയോടെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട്, അടിപൊളിയാ, ഭയങ്കര എനർജിയാ ചേച്ചിക്ക്. അന്ന് തൊട്ടാ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ പിന്നെ വെച്ചിട്ട് ചേച്ചിക്കും കയറ്റുമായിരുന്നല്ലോ. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ നോട്ട് ചെയ്ത പോലെ ചേച്ചിനെ വേറെ ആൾക്കാർ നോട്ട് ചെയ്ത് തുടങ്ങി. എന്താ ചേച്ചിനെ സുരേഷ് ഗോപിയൊക്കെ വന്നിട്ട് കമന്റ് ചെയ്ത് തുടങ്ങി, എന്താ ശ്രീദേവിനെ പോലെ ഇരിക്കുകയാണെന്ന്. ശ്രീവിദ്യനെ പോലെ. അതെ, ചില സാരിയൊക്കെ കൊടുത്തിട്ട് എന്റെ വണ്ണവും പിന്നെ ഏതൊക്കെയോ ആംഗിളില് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് ഒന്ന് രണ്ട് സുകുമാരിയമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പണ്ട് സീരിയല് സുകുമാരിയമ്മ ഞാനും കൂടെ ഒരു 250-300 എപ്പിസോഡ് സസ്നേഹം എന്ന് പറഞ്ഞ എന്റെ ആദ്യത്തെ സീരിയല്, അതായത് ഹീറോയിനായിട്ട് ശ്രീത്തു ആണ് ഫസ്റ്റ് ഹീറോയിനായിട്ടൊരു എന്താ പറയാ കരഞ്ഞു ക്യാരക്ടർ, സീതാലക്ഷ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ കുറുപ്പ് മാരാരിക്കുളം എന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്ട് ചെയ്ത രാമേട്ടൻ എന്ന് പറഞ്ഞ അന്നത്തെ കൺട്രോളറായിരുന്നു അതെനിക്ക് ചാൻസ് തന്നത്. ശ്രീനാഥേട്ടൻ മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു എൻ്റെ അച്ഛനായിട്ട്. അപ്പൊ എനിക്ക് അമ്മയില്ല, സുകുമാരിയമ്മയാണ് എന്നെ വളർത്തുന്നത്. അപ്പൊ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അമ്മയുടെ കൂടെ എല്ലാ മാസവും ഒരു 10-15 ദിവസം വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോ അമ്മ എന്നോട് അന്ന് എനിക്ക് നിറയെ കുറച്ചുകൂടെ മുടിയൊക്കെ ഉണ്ട്, കുറച്ചുകൂടെ പക്ക ഇപ്പോഴും മറ്റേ മോഡേൺ ആയി എന്നല്ല അതിന്റെ അർത്ഥം, കുറച്ചും കൂടെ മുടിയൊക്കെ കുറെ കൂടെ നല്ല കേളിയായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ പറയും എവിടേക്കോ വിദ്യയുടെ ചെറിയ ചായ ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആണോ? അപ്പൊ ഞാൻ ആക്ച്വലി ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീവിദ്യാമ്മ മരിക്കുന്നത്. അപ്പൊ എനിക്ക് അമ്മയെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലളിതാമ്മയും ശ്രീവിദ്യാമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ. അങ്ങനത്തെ റോളുകൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഉർവശി ചേച്ചി നമ്മുടെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള നടിമാരെന്ന് ചോദിച്ചാൽ ഇവരാ വരിക. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത്രയും ഇതായിട്ട് പറയുന്നത് സുരേഷ് സാറാണ് പറയുന്നത്. സുരേഷ് സാർ ഇങ്ങനെ നമ്മൾ ഫ്രെയിമിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീവിദ്യാമ്മയുടെ എന്തോ ഒരു ചായയുണ്ടോ തനിക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോ, അല്ല എയറിലല്ല, അപ്പൊ എനിക്കിങ്ങനെ 1-2 പേർക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുണ്ട്. പക്ഷെ അപ്പൊ എനിക്കത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷം അഭിമാനമാണ്. അതായത് ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്ന ആളുടെ ഫേസ് കൊണ്ടെങ്കിലും ഒരു ചെറിയ സാമ്യം ഉണ്ടെന്ന് പറയുന്നത്, അതും സുരേഷ് സാറിനെ പോലെയൊക്കെ. ചില ആൾക്കാരൊക്കെ പറയും മലയാളത്തിലെ എക്കാലത്തെയും എന്താ പറയാ ലക്ഷണമൊത്ത നടി എന്ന് പറയുന്നത് ശ്രീവിദ്യയാണെന്ന് അങ്ങനെ പറയും. അപ്പൊ അതിന്റെ ഏതോ ഒരു സൈഡിൽ കൂടെ ഇപ്പൊ താഴെ കമന്റ് ഒരു മറിച്ചതാണെന്നൊക്കെ പറയും. അങ്ങനെ തോന്നുന്നവർക്ക് പല രീതിയിലല്ലേ തോന്നുക. അപ്പൊ അങ്ങനെ കേട്ടപ്പോ അന്ന് സുരേഷ് സാറ് പറഞ്ഞത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര, അത് അത്രയും ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പം ഞാൻ നന്നായി അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് അവാർഡ് കിട്ടുന്ന ഓസ്കാർ കിട്ടുന്ന പോലെ തന്നെയാണ് അതൊക്കെ. കാരണം സിനിമ എന്ന് പറയുന്ന സാധനമൊന്നും ഞാൻ ലൈഫിൽ അഭിനയം എന്ന് പറയുന്നത് ഇഷ്ടമാണ്, ഇൻഡസ്ട്രിയിൽ വരണം ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമയിൽ ഇപ്പോൾ ഇത്രയെങ്കിലും ചെറിയ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ചെയ്യുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കതൊക്കെ വലിയ സൂപ്പർ ലോട്ടയാണ് അതൊക്കെ. അങ്ങനെ ഈ അടുത്ത കാലത്ത് ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു. അതായത് ബിഗ് ബോസിനൊക്കെ ശേഷം ചേച്ചിനെ പിന്നെ സംസാരിച്ചത് ആൾക്കാർ ഇതിനെ പറ്റിയാ. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് ഒരു ടോവിനോ സിനിമയിൽ നിന്ന് ചേച്ചിനെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണത്. പിന്നീട് പുള്ളിക്കാരനെ ചേച്ചി ഈ ഇന്റർവ്യൂവിന് ശേഷം കണ്ടിരുന്നു. കണ്ടു എന്താ പറഞ്ഞപ്പോ ഞാന് ഇപ്പൊ KKL എന്ന് പറഞ്ഞിട്ട് അക്ഷയ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു പടം ഇപ്പൊ ഞാൻ കാലിക്കട്ട് ചെയ്തോണ്ടിരിക്കുക. ആ ലൊക്കേഷനിൽ ഇദ്ദേഹം വന്നിരുന്നു. അല്ലല്ല, ഇദ്ദേഹം അവിടെ വന്നിരുന്നു. ഇദ്ദേഹം അവിടുത്തുകാരനാണ്, ആ സ്ഥലത്തുള്ള ആളാണ്. അപ്പൊ അങ്ങനെ വന്നിരുന്നു. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ അറിയാം. അപ്പം ഞാനുണ്ട് എന്ന് അറിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്നുള്ള രീതിയിൽ വന്നതാ. അങ്ങനെ വന്ന സമയത്ത് എടോ താൻ കണ്ടായിരുന്ന ഇന്റർവ്യൂ, ഞാൻ ഈ പടത്തെ പറ്റിയിട്ടാ പറഞ്ഞത് കേട്ടോ എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു. അപ്പൊ അയ്യോ അത് അങ്ങനെ അന്ന് പല പല കാരണങ്ങൾ സംഭവിച്ചു പോയതാ.
പക്ഷെ ഞാൻ ഒരിക്കലും ഇപ്പൊ അതിനെ നീ ഒരു പടം ഇതായി പോയതില് ആ പടം അങ്ങനെ സന്തോഷിച്ചെന്നല്ല പറഞ്ഞ. എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ തന്നെയുള്ള തോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു പടം മോശമായി പോകുന്നത് കൊണ്ട് എന്നാ ഇന്ന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം അങ്ങനെ ഒന്നും ചിന്തിക്കണില്ല ഞാൻ. പക്ഷെ അന്ന് അതിന്റെ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഇനോഗ്രേഷനാ പോയത്. നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് വല്ലപ്പോഴും ഒരു ഇനോഗ്രേഷൻ വരുന്നത്, അത് നല്ലൊരു എമൗണ്ട് ആയിരിക്കുമല്ലോ. സോ എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെ 15 ദിവസം ഡേറ്റ് എടുത്തിട്ട് അപ്പം എന്നെ വിളിക്കൂട്ടോ, നാളെ എന്നെ വിളിക്കൂട്ടോ എന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നത് പെട്ടെന്ന് ഞാനില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേനും എൻ്റെ ദൈവമേ. അപ്പോൾ എല്ലാവരും അപ്പം ആ പടം എങ്ങനെയായിരിക്കും, അല്ലെ ആ ക്യാരക്ടർ ആര് ചെയ്തു, അല്ലെ ആ പടം വിജയിച്ച് സംഭവമാണെങ്കിൽ ദൈവമേ ഭയങ്കര വിഷമമായി പോകില്ലേ ലൈഫിൽ എന്നും. ദൈവമേ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. ഇങ്ങനെ വന്നപ്പോ നോർമൽ ഏതൊരു മനുഷ്യന് ചിന്തിക്കുന്ന പോലെ അങ്ങനെ ചിന്തിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പം അത് എന്താ പറയാ, ഒരു എന്റെ താഴെയൊക്കെ വന്ന കമന്റ് നീ ആരാന്നാടി ഇതിന്റെ വിചാരം ഞാൻ കണ്ടിരുന്നു എന്റെ. പക്ഷെ അത് ഇങ്ങനെ തംബ്നെയിൽ കൊടുത്ത് വിടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെ എത്ര പേര് വിളിച്ചു വെച്ചെന്ന് പറഞ്ഞു, നീ ഏത് പടത്തിന്റെ അവരടി പറഞ്ഞത്? ഞാൻ പറയൂലേ ഇല്ല, നേരത്തെ ഇരുന്നാലും ഈ ലിങ്ക് അയച്ചിട്ട് എടി ആ മറ്റൊന്ന് നോക്കി ഒരുത്തൻ്റെ ഒരു കമന്റ് അങ്ങനെ പറഞ്ഞിട്ട്. എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ഉണ്ട്, അലീന എന്നൊക്കെ പറഞ്ഞിട്ട്. അവക്കൊക്കെ ഇതിപ്പോഴും കാണുമ്പോൾ വിഷമവാ. ഇപ്പൊ എന്തെങ്കിലും എന്നെ കുറ്റം പറയുമ്പോ, ഇത്രയും വർഷമായിട്ടുള്ള സുഹൃത്തല്ലേ, അപ്പൊ എടി ഇങ്ങനെ ഒരു സംഭവം വന്ന് നീ കണ്ടില്ല, നീ എന്താടി നോക്കാത്ത, എടി അത് ഡിലീറ്റ് ചെയ്യാൻ പറയടി, ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും. ഇപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഭയങ്കര വേദന തോന്നുന്ന കാര്യങ്ങള് അത് കാണുമ്പോഴത്തേക്കിനും. കഴിഞ്ഞ ദിവസം ഒരു എഡിറ്റഡ് ഫോട്ടോ ഭയങ്കരമായിട്ട് കിടന്ന് എൻ്റെ ഭയങ്കര കാര്യമായിട്ട് കിടന്ന് ഓടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി കുറേ ഫ്രണ്ട്സ് എനിക്ക് തന്നെ അയച്ചു തന്നു, എടി ഇത് കണ്ടോ നീ മോർഫ് ചെയ്തിട്ടൊരു സാധനം. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. നന്നായിട്ട് എഡിറ്റ് ചെയ്തുകൂടെ എന്ന് തോന്നിപ്പോയി. കാരണം എഡിറ്റ് ചെയ്തത് ശരിയായില്ല. അല്ല, അത് കുറച്ചും കൂടെ നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ അത് കിടന്നിരുന്ന കുറേ ആൾക്കാർ അതിന് കമന്റ്സ് ചെയ്തിരുന്ന ഇൻസ്റ്റയിൽ അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങളിത് ഇടുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല, നന്നായിട്ട് ഇടുക. രണ്ടാമത്തേത് കുറച്ചും കൂടി എഡിറ്റിംഗ് നിന്റെ നന്നാക്കാനുണ്ട്, അങ്ങനെ പറഞ്ഞു. നിനക്ക് പറ്റുമെങ്കിൽ ഡിലീറ്റിങ് തന്നെ പറഞ്ഞത്. മറ്റൊരാളെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഒരാളെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കമന്റുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം. പക്ഷെ അപ്പൊ അവര് മനസ്സിലാക്കില്ല, ഇവർക്ക് ലൈക്സ് എത്ര വേണം, ഇതിനകത്ത് കമന്റ്സ് എത്ര കിട്ടണം, ഇത് മാത്രമേ ചിന്തിക്കുള്ളൂ. എന്തിനാണ് നിങ്ങൾക്ക് വിഷമിപ്പിച്ചുകൊണ്ട് എന്താ കിട്ടാൻ പോണത്. ഉടനെ തന്നെ ആ പയ്യൻ പറഞ്ഞു കേട്ടോ, ചേച്ചി ഞാനിപ്പോൾ ഇത്ര ഡിലീറ്റ് ചെയ്തേക്കാം, സോറി എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ അവനെ പോയി തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അപ്പം തന്നെ ഒരു മിനിമം 10,000 ആൾക്കാർ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അതെനിക്ക് അതിൽ നിന്നാ പോയതെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ കമന്റ്സും ഒക്കെ ഇഷ്ടം പോലെ വരും. അത് ഇപ്പൊ അത് വിട്ട് അതിന്റെ ഇപ്പൊ തഴമ്പിച്ചു അത് കണ്ട്. പക്ഷെ അന്ന് ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് ചില പ്രശ്നമായിരുന്നില്ലേ? ഓർമ്മിപ്പിക്കല്ലേ പൊന്നേന്നൊക്കെ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാന് ഒരാഴ്ചയോളം എടുത്തു ഞാൻ ശരിക്കുമായിട്ടൊന്ന് ഓക്കെ ആയിട്ട് വരാൻ. കാരണം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല വെളിയില് നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ സംഭവങ്ങളെ അല്ല വെളിയിൽ സംഭവിക്കാം. ഇപ്പൊ അറ്റ്ലീസ്റ്റ് 24 hours ഉണ്ട്. അന്ന് 24 hours ലൈവ് ഇല്ല. സോ ഇപ്പൊ എന്ത് മുന്നേ നടക്കണോ പിന്നെ നടക്കണോ, ഇവര് തമ്മിൽ ഒരാളായിട്ട് വഴക്കുണ്ടാവാനുള്ള യഥാർത്ഥ കാരണം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇവര് തമ്മിൽ മിണ്ടുന്നുണ്ടോ, ഒന്നുമില്ല. വഴക്ക് മാത്രം, എഡിറ്റ് ചെയ്ത സാധനം മാത്രമേ നമ്മൾ കാരണം അതാണ് അവരും ചിന്തിക്കുന്നത്. കാരണം ചാനലിനും വേണ്ടത് റേറ്റിംഗ് ആണ്, നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം കൂടെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എല്ലാവരും ഫേസ് ചെയ്യാൻ തന്നെ, എൻ്റെ ഫ്രണ്ട്സിനെ പോലും എനിക്ക് ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട്. കോളുകൾ ഞാൻ ഒരാളുടെ എടുക്കാതെയായി. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല സംഭവിച്ചത്. അത് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. പിന്നെ 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 കമന്റ്സ് ഇതൊക്കെ കണ്ട് മോനെ പോലെ ഒരു വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരെയും, അച്ഛനെ മരിച്ച ആൾക്കാരെ വരെ താഴെ കൊണ്ടുവന്ന് ചീത്ത വിളിക്കുന്ന അവസ്ഥ. പിന്നെ ഇപ്പൊ എന്ത് കണ്ടാലും തിങ്ക് ചെയ്യുന്നതോ അത്ര ഇല്ലല്ലോ എന്നൊരു തോട്ട് വരും. പിന്നെ ഇത് എന്ത് കാര്യം ഇപ്പോ എന്ത് ട്രെൻഡ് വന്നാലും, അത് ഇപ്പൊ മോശമായാലും നല്ലതായാലും ഒരാഴ്ചക്കകത്ത് അടുത്ത പ്രശ്നം വരുമ്പം അവരെല്ലാരും അതിന്റെ പിന്നാലെ പൊയ്ക്കോളും.
അതല്ലാണ്ട് ഈ ഒരാഴ്ച നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. ഈ മറ്റേ സ്ത്രീധനത്തിന്റെ സംഭവം വന്നപ്പോൾ ട്രോൾ ചെയ്യുന്ന കുറെ ആൾക്കാര്, ലക്ഷദ്വീപിന്റെ സംഭവം വന്നപ്പോൾ കുറെ എയറിൽ നിർത്തി. അപ്പൊ ഈ സമയത്തൊന്നും ഞാൻ ഈ കമന്റ്സ് നോക്കിയിട്ടില്ല. പിന്നെ അതിന് ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ അയക്കുന്ന മെസ്സേജ് ഞാൻ നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നിർത്തിക്കോളും. ഇപ്പൊ ഈ സംഭവം വന്നപ്പോഴും കുറെ ആൾക്കാർക്ക് അയച്ചു. ഞാൻ പലർക്കും റിപ്ലൈ കൊടുത്തില്ല. കാരണം ഞാൻ പറയും, ഇപ്പൊ പുതിയ ആൾക്കാർ വരുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഈ സമയം കടന്നു പോകുന്നുള്ളത് ഷുവറാണ്. ഒന്നും സ്ഥിരമായിട്ടില്ല. നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നല്ല ഇന്റൻഷനോട് ചെയ്യുന്ന കാര്യം നെഗറ്റീവായിട്ട് ഒരാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കില്ല. ഇന്നല്ലേ നാളെ നമുക്ക് നല്ലത് വരും. സോ ഈ സമയവും കടന്നു പോകും. ഒന്നും സ്ഥിരമായിട്ടില്ലെന്നേ. അതാണ് ഇതിന്റെയൊക്കെ ഒരു മെയിൻ സംഭവം. ഇപ്പൊ അങ്ങനെ ആയിട്ടോ. പക്ഷെ മറ്റേത് ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഭയങ്കര കൂളാണ്. ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സീസൺ കാണുന്നുണ്ടോ ചേച്ചി? ഞാൻ ഓൾമോസ്റ്റ് ഈ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന സിനിമ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ വരെ ഞാൻ എവറി ഡേ ഞാൻ വൈകിട്ട് വന്നിട്ട് ഹോട്ട്സ്റ്റാറിൽ കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും അപ്ഡേഷൻസ് ഒക്കെ എല്ലാം കാണാം. അങ്ങനെ ഫേവറേറ്റ് ഒന്നുമില്ല. പക്ഷെ ഉള്ളതിൽ എനിക്ക് ഇഷ്ടം ആ മിഥുനെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മിഥുനെ, വിഷ്ണുവിനെ, പിന്നെ റിനീഷ്, ഇവര് 3 പേര്. റിനോഷ്. ഇവര് 3 ആൾക്കാരെ. ഈ 3 പേരെയും എനിക്ക് റിനോഷിന്റെ ആർമിയൊക്കെ എന്നെ ഒന്ന് കൊന്നേക്ക് പേര് മാറ്റി പറഞ്ഞു. റിനോഷ് അവരെ 3 പേരെയും ഇഷ്ടമാണ്. പിന്നെ എനിക്കറിയാവുന്ന ഒത്തിരി പേര് അതിനകത്തുണ്ട്. മനീഷ് ചേച്ചി, ശ്രുതി, ഇവരൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്നവരാണ്. എല്ലാവരും നന്നായിട്ട് ഇപ്പൊ എല്ലാവർക്കും ഗെയിം അറിയാം ഓൾമോസ്റ്റ്. ഇപ്പം നമ്മളിപ്പം അതിനകത്ത് എനിക്ക് തോന്നിയത് പലരും നല്ല ഇന്റൻഷനിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗെയിം കളിക്കല്ലേ ഈ സാധനം വന്ന് എന്ത് ചെയ്താലും അതിനകത്ത് ഗെയിം കളിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല, അകത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും അവിടെ ചെന്ന് നമുക്ക് മാനേജബിൾ ആയിരിക്കുമെന്ന്. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും. അത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഇല്യൂമിനാലിറ്റി ആണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടോത്രൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ മൈൻഡ് ഒക്കെ മാറും. അല്ല, അത് മൈൻഡ് മാറുന്ന വെച്ചാൽ നമുക്ക് വെളിയിൽ നടക്കുന്നത് ഒന്നും അറിയില്ല. നമ്മൾ ഈ 16 അല്ലെ 17 പേരെയാണ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നടന്ന്. പിന്നെ ഈ കാണുന്ന പച്ചപ്പ് മുഴുവൻ പ്ലാസ്റ്റിക് ആണ്. ഇതൊന്നും ഒറിജിനൽ ചെടികളോ ഒരു ഫ്ലോറിനകത്ത് സെറ്റിട്ട് ഫുൾ കവർ ചെയ്ത് അങ്ങനെ ചെയ്തേക്കുന്നതാണ്. ആകാശവും കാണാൻ വയ്യ. ചെറുതായിട്ട് ഇപ്പൊ ചെന്നൈയിലായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആകാശം കുറച്ച് കാണാമായിരുന്നു. ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് അതുമില്ല. ഫ്ലോറ് ഫുൾ കവേർഡ് ഫ്ലോർ ആണ്. ബോംബെയിൽ ഇപ്പൊ നടക്കുന്ന ബോംബെയിലാന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് പ്രോപ്പർ അറിയില്ല. അത് കവേർഡ് ഫ്ലോർ ആണ്. അത് ഭയങ്കര സഫോക്കേഷൻ ആവും കുറെ കഴിയുമ്പോ. നമ്മള് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേ, ഇപ്പൊ ഞാൻ മോന്റെ ഫീഡിങ് നിർത്തിയ ഉടനെയാ ഇതിനു വേണ്ടിയിട്ട് നിർത്തിയിട്ടാ പോയത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങള്. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളാ. ഇപ്പോഴാണ് ഞാൻ ഈ പുറത്തിറങ്ങല്, ഫ്രണ്ട്സായിട്ട് ഗ്യാതറിംഗ് ഒക്കെ. പക്ഷെ മുന്നെന്ന് വെച്ചാൽ ഷൂട്ട് വീട് അതല്ലാണ്ട് വേറെ എവിടെയും പോവാതെ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രശ്നമായിരിക്കും അതിനകത്ത് ചെന്ന. ഈ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോയിരുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ അതായത് ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിരുന്നു. ഇപ്പോഴും സംടൈംസ് ചില കാര്യങ്ങൾ വീക്കാണെങ്കിലും അന്നത്തെ അത്രയും ഞാനിപ്പോ ഇമോഷണലി ഞാൻ വീക്കല്ല. പിന്നെ ഇതിപ്പോ ഞാൻ ഇനി എന്നെ മറ്റേ വെള്ളപൂശാൻ ശ്രമിച്ചാലും ആ സമയത്ത് ആൾക്കാരിൽ ഉണ്ടായ ഇമ്പാക്റ്റ് അതിന് എത്ര കാലം കഴിഞ്ഞാലും മാറാൻ ഒരുപാട് സമയം എടുക്കും. അത് കുറെയൊക്കെ ആൾക്കാർ അത് മാറി വരും. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ഗെയിമാണ് ഇതിനു വേണ്ടി. പക്ഷെ ഇപ്പൊ മനീഷ ചേച്ചി ഭയങ്കര പെട്ടെന്ന് കരയുന്നുണ്ട്. പക്ഷെ എനിക്കിത് മനസ്സിലാവും. മുന്നത്തേതിനകത്ത് ശാലിനി പെട്ടെന്ന് കരയുന്നുണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലാവും. കാര്യം ചില ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നേ. എന്നെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ ചേച്ചിയെ പോലെ കേട്ടോ, ഞങ്ങളും പെട്ടെന്ന് എന്തുണ്ടെങ്കിലും കരയും. അത് പെട്ടെന്ന് ഒരാളായിട്ട് അറ്റാച്ച്ഡ് ആവും. അതിപ്പോ ഒരാളായിട്ട് കമ്പനി ആയാല് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം കേട്ടോ, ഭയങ്കര സിൻസിയറിറ്റിയോ ഷോ ആണെന്നും ഇതാണെന്നും ഒക്കെ അങ്ങ് മറന്നു പോകും. പക്ഷെ അതൊക്കെ ചിലതൊക്കെ നന്നായിട്ടിരിക്കും, ചിലതൊക്കെ അതിന്റെ വഴിക്ക് പോകും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ബിഗ് ബോസിന് ശേഷം പോകണ്ടില്ലായിരുന്നു എന്നുള്ളൊരു? ഒരിക്കലും എനിക്ക് അങ്ങനെ ബിഗ് ബോസിൽ പോവേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നില്ല. ഞാൻ ബിഗ് ബോസിൽ പോയത് ഒറ്റ ഇന്റൻഷൻ ആയിരുന്നു, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരുന്നു മെയിൻ. അത് തന്നെയായിരുന്നു എൻ്റെ ഇന്റൻഷൻ. അതെനിക്ക് പ്രോപ്പറായിട്ട് അതിനകത്ത് നെഗറ്റീവ്സ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയുന്ന കമന്റ്സുകളും കാര്യങ്ങളും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും പോവേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൽ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് കുറെ കൂടെ എന്താ പറയാ, കുറെ കൂടെ പഠിച്ചു എന്നോ എന്താ പറയണ്ടേ,
നമ്മൾക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ബിഗ് ബോസിൽ പോയാലും ഉണ്ടാവും. കാര്യം നമുക്ക് വേണ്ടി അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ബിഗ് ബോസിനകത്ത്, വേറെ ആരുമില്ല. അത് നമുക്ക് പല സമയത്തും മനസ്സിലാവും. സോ അത് നമുക്ക് വെളിയിൽ വന്നാലും ആ സാധനം പിന്നെ നമ്മളെ ആരും ചീത്ത വിളിക്കാനോ നമ്മളോട് ആരോടും അടി കൂടാനോ നമ്മളോട് ആരോടും നീ പോടി വാ എന്ന് പറയാനോ ഒന്നും നമ്മൾ സമ്മതിക്കില്ല. എനിക്ക് വന്നൊരു ചേഞ്ചാ. പിന്നെ എനിക്ക് ഇരുട്ട് പേടിയായിരുന്നു. ആ ബിഗ് ബോസിലുണ്ട് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ രാത്രി സമയങ്ങളിൽ അവിടെ അന്നൊക്കെ ടോയ്ലറ്റിൽ വെളിയിൽ നമുക്ക് വെളിയിൽ കൂടെ പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് ഇരുട്ട് പേടി, പ്രേതം പേടി, നൈറ്റ് ഞാൻ ട്രാവൽ ചെയ്യില്ലായിരുന്നു, ഞാൻ കാർ ഓടിക്കില്ലായിരുന്നു, എനിക്കെല്ലാം ഭയങ്കര ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. എനിക്കറിയില്ല, ആഫ്റ്റർ ദ ബിഗ് ബോസ് ഞാൻ ഡ്രൈവ് ചെയ്യും, ഞാൻ നൈറ്റ് മോനായിട്ട് ഞാൻ തനിച്ചൊക്കെ ട്രിപ്പിന് ട്രാവലൊക്കെ നൈറ്റാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. തനിയെ കിടക്കും, തനിയെ താമസിക്കും. ഇപ്പോൾ അത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. മേ ബി ഞാനും കൂടെ അമ്പലത്തിൽ പോയിട്ടാണ്. അല്ല, അതൊക്കെ ഇല്യൂമിനാറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എത്തീസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നവരായിക്കോട്ടെ, അതൊക്കെ ഒരാൾക്കാരുടെ പേഴ്സണൽ ചോയ്സാണ്. അവര് അതില് ഹാപ്പി ആണെങ്കിൽ അവൻ അങ്ങ് പോട്ടെന്നേ, അത്രേ ഉള്ളൂ. ഇനി ചേച്ചി ബിഗ് ബോസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന കുറച്ച് കൗതുകരമായിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ ചോദിക്കാൻ പറ്റുള്ളത് ചോദിക്കട്ടെ? ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഒരാളുടെ, രഘുചേട്ടനാണ്. ആ പുള്ളി അപ്പൊ രാവിലെ തൊട്ട് രാത്രി നിങ്ങൾ കിടക്കുന്നത് വരെ ഉറക്കുളച്ച് രഘുചേട്ടന് രാത്രിയില് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് അതിന് റിപ്ലൈ തരില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി ഇഷ്യൂ വന്നാല് അവിടെ തന്നെ ഉണ്ട്, താമസം അവിടെ തന്നെയാണ്. ആണോ? ആ ബിഗ് ബോസിന്റെ ചുറ്റിപ്പറ്റിയാണ് പുള്ളി താമസിക്കുന്നത്. അതായത് ഇതൊരു വലിയ വീടാണ്. ഈ വീടിന് ചുറ്റും ഏകദേശം 300 ടെക്നീഷ്യന്മാരാണ് പല പല ടൈമിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 65-70 ക്യാമറയുടെ എണ്ണം ഞാൻ മറന്നു പോയിട്ടുണ്ട്. അത്രയും ക്യാമറകൾ ഇങ്ങനെ ഒരു വലിയ നമ്മുടെ എന്താ പറയുക ഒരു റൂമില് ഇതിന്റെ ഫുള്ള് ഇതിന്റെ ഔട്ടും ഒക്കെ ആയിട്ട് ഉറക്കളച്ചാണ്. പിന്നെ നമ്മൾ മൈക്ക് എടുത്ത് സംസാരിക്കുകയോ നമ്മൾ നടക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതവിടെ കേൾക്കും. അപ്പൊ അഥവാ ഒന്ന് കണ്ണടച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എണീക്കും. ഈ ക്യാമറ എല്ലാം കൺട്രോൾഡ് ആണ്, തിരിയുന്നതും മറിയുന്നതും ഒക്കെ. അപ്പൊ അതൊരു ഭയങ്കര സംഭവമാണ്. അതെന്താ പറയാ, ശരിക്കും പറഞ്ഞാല് നമ്മളെ മെന്റലി എങ്ങനെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഇതിനകത്തൊന്ന് കയറിക്കോട്ടെന്ന് അങ്ങനെ കേട്ടില്ല അവര്. ഞാൻ സ്കിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു ബോംബെയിൽ. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എനിക്ക് ഇതൊക്കെ ഒന്ന് കാണാനൊന്ന് സമ്മതിക്കുമോ. അപ്പോൾ കുറേ വർഷമായിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീട് പോലെയാണ്. എനിക്ക് അവിടുത്തെ എല്ലാ ആൾക്കാരും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്, അവിടുത്തെ സാറുമാരും എല്ലാവരും. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെ കേട്ടായിട്ടൊന്നും പറ്റില്ല. അപ്പൊ ആരും അറിയില്ല പ്ലീസ്. അപ്പൊ എന്നെ ഒന്ന് ജസ്റ്റ് ഫോണെല്ലാം അവിടെ വെക്കും, ഫോൺ ആ ഏരിയയിലേക്ക് എടുക്കത്തില്ല. അപ്പൊ എന്നെ മൊത്തം ഞാനും വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് ഒന്നെല്ലാം കണ്ടു. അതൊരു ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. രഘുചേട്ടൻ നമ്മുടെ ബിഗ് ബോസ് ഇരിക്കുന്നതിന് ഒരു പ്രത്യേക ക്യാബിനുണ്ട്. ആ പുള്ളിക്കാരന് മൈക്ക്. അപ്പം ഞങ്ങളെ കാണിച്ചു തന്നു. അന്ന് ആ ഷൂട്ടിന്റെ ഫിനാലേക്ക് തലേ ദിവസമാണ്, കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ലൈവായിട്ട് ഞങ്ങളെ കാണിച്ചു തന്നു. അപ്പൊ അതൊരു ഭയങ്കര, അപ്പൊ ഇങ്ങനെയാണ് ഈ സംഭവം ഇവിടെ നടന്നുകൊണ്ടിരുന്നതല്ലേ എന്ന്. അപ്പൊ ബർത്ത്ഡേ ഇപ്പം രഘുചേട്ടന്റെ നോർമൽ ശബ്ദം അത്രയും ഗാംഭീര്യം അല്ല, നോർമലി നമ്മള് അത്ര ഇതല്ല. പക്ഷെ ബിഗ് ബോസ് ആയി മാറുമ്പോൾ രഘുചേട്ടൻ അത് ഭയങ്കര രസമായിട്ടാണ് പറയുന്നത്. ചേട്ടൻ ട്രിവാൻഡ്രംകാരനാണ്. ചേട്ടന്റെ വോയിസ് വേറെ എവിടെയും പോയിട്ടില്ല. അത് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന് വേണ്ടി മാത്രമുള്ള വോയിസാണ് ഈ ഒരു സാധനം. പക്ഷെ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ദൈവവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ആണ് തോന്നിപ്പോട്ടോ. കാര്യം നമുക്ക് ആ സമയത്ത് ബിഗ് ബോസിനോട് ആരോടും പറയാൻ പറ്റില്ല. അല്ല, ഇത് പ്രേക്ഷകർക്ക് ഇത് പറയുമ്പോൾ അത് അത്രത്തോളം കാണുന്നവർക്ക് അത് മനസ്സിലാവില്ല. അതിപ്പോ പുറമേന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങള് ഇപ്പൊ നിങ്ങളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്കാണ്. അതിനകത്ത് ഞാൻ അഭിപ്രായം പറയാൻ പോലും ആളല്ല. പക്ഷെ പുറമേ നിന്നുള്ളവർക്ക് പല രീതിയിൽ കഥകൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ രഘുചേട്ടൻ അവിടെ ഊണും ഉറക്കവും കിടപ്പും ഒക്കെ അവിടെ തന്നെ? രഘുചേട്ടൻ ഇല്ല. രഘുചേട്ടൻ രാത്രിയിൽ എനിക്ക് തോന്നുന്നു രഘുചേട്ടൻ കിടക്കുന്ന എവിടെയാന്ന് മാത്രമേ ചോദിച്ചില്ല. പോവലുണ്ടെന്ന് തോന്നുന്നു. അവിടെ അടുത്ത് തന്നെ ഹോട്ടലും. അല്ല, അതൊക്കെ ഉണ്ട്. അല്ലല്ല, ടൈമിങ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം
വേറൊരു ശബ്ദം കൂടി ഉണ്ട് ബിഗ് ബോസ് അല്ലാതെ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിപ്പോ ഇനി കാണുന്നവർ ശ്രദ്ധിച്ചോ. ഈ ഹോട്ട്സ്റ്റാറിൽ നിങ്ങൾ ഇത് ചെയ്യുക, ആൾക്കാർക്ക് കമന്റ് ചെയ്ത് പറയുന്നത് വേറൊരാളാണ്. പുള്ളിയില്ല, അവരൊക്കെ അവിടെ തന്നെ ഉള്ളതാ. അതാരാന്ന് പറയില്ല, അതൊക്കെ അവിടെ തന്നെയുള്ള ആൾക്കാർ. അതാരാന്ന് എനിക്കറിയാം, അവിടെ തന്നെയുള്ള ആൾക്കാരാ. അതായത് ഈ വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വേറൊരു ശബ്ദമാണ്. അത് അവിടുത്തെ ഒരു മെയിൻ വലിയ സ്റ്റാഫാണ് അവിടുത്തെ, അത് പുറത്തുനിന്നുള്ള ആളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഇപ്പം എല്ലാത്തിനും അവർക്കൊരു കുറെ സാധനങ്ങൾ രാവിലെ കൃത്യം 8 മണി ഇതൊക്കെ റെക്കോർഡാണ്. എന്റെ വിശ്വാസം ഇത് റെക്കോർഡാണ്, സെയിം സാധനമാണ് വരുന്നത്. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ഒരു എമർജൻസി അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ. പിന്നെ എന്തെങ്കിലും പിന്നെ ഡോക്ടേഴ്സ്, നേഴ്സ് അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ 24 hours ഇതിന്റെ ചുറ്റിലും തന്നെ ഉണ്ട്. അതൊക്കെ 24 hours അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ അവിടുന്ന് ചെന്നൈയിലായിരുന്നപ്പോ പനിമലർ മെഡിക്കൽ കോളേജോ അങ്ങനല്ലേ, ചെന്നൈയിലുള്ളൊരു മെഡിക്കൽ കോളേജ്, അവിടേക്കാണ് നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. അതും കണ്ണടച്ച് തന്നെയാണ്. എനിക്ക് പ്രശ്നങ്ങൾ വന്നപ്പം കൊണ്ടുപോയതും എല്ലാം പനിമലർ മെഡിക്കൽ കോളേജിലായിരുന്നു. നടുവിനായിരുന്നു കാലിനോ എന്തോ ഒരു അവിടെ വെച്ച് പണി കിട്ടിയായിരുന്നു. അല്ലല്ല, ടാസ്കിനിടയ്ക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് ചവിട്ട് കിട്ടിയിട്ട് എനിക്ക് ചെറുതായിട്ട് ബ്ലീഡ് ചെയ്തു. അപ്പം ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയത് പനിമലർ മെഡിക്കൽ കോളേജിൽ അവിടെ നിന്ന് കൊണ്ടുപോയത്. അത് കണ്ണൊക്കെ കെട്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചത് കണ്ണ് കെട്ടുന്നത് ക്യാമറയ്ക്ക് വേണ്ടിട്ട് മാത്രമാണ്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇല്ല. നമ്മള് എയർപോർട്ടിൽ വരുമ്പോഴേ കണ്ണ് കെട്ടും. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതിരിക്കാനും നമ്മൾ പോണ വഴികൾ അറിയാതിരിക്കാനും. അത് ആക്ച്വലി നമ്മളെ മെന്റൽ ടോർച്ചറിങ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. ആ സമയത്ത് കണ്ണ് കെട്ടി കഴിയുമ്പോൾ നമുക്കൊരു വെപ്രാളം വരില്ലേ. പക്ഷെ പിന്നീട് പലപ്പോഴും ഞാൻ പലരും പറയുന്നുണ്ട് അങ്ങനെ കണ്ണ് കെട്ടിയില്ല എന്നൊക്കെ. ചിലർക്കേ കെട്ടിയുള്ളൂ, എനിക്ക് കണ്ണ് കെട്ടിയിരുന്നു. അതായത് അവിടെ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ പല ഫ്ലൈറ്റിൽ വന്ന് ഏകദേശം ഒരേപോലെ ഒരു 3-4 വണ്ടി നിന്നു. എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. നമ്മുടെ കൂടെ ഒരാൾക്ക് ഒരു സെക്യൂരിറ്റി, ഒരു ലേഡി കൂടെ ഉണ്ടാവും. അപ്പം എന്നെ ഫുള്ള് വേഗം കയറിക്കോണം മാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി അതിനകത്തോട്ട് കയറിയത് ഹോട്ടൽ റൂമിലേക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, TV ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല. അല്ല, 2 ദിവസമേ ഉള്ളൂ. കാരണം ഒന്ന് നമ്മുടെ റിഹേഴ്സൽ എനിക്ക് തന്നെയാ റിഹേഴ്സൽ എനിക്ക് ആക്ച്വലി അവിടെ റിഹേഴ്സൽ ഉണ്ടായില്ല. എനിക്ക് ക്യാരവനില് ഷോയ്ക്ക് രാവിലെ, അതായത് കയറുന്നതിന് രാവിലെ ആയിരുന്നു എനിക്ക് റിഹേഴ്സൽ. അല്ലാതെ എനിക്ക് സെപ്പറേറ്റ് റിഹേഴ്സൽ പ്രോപ്പറായിട്ട് ഭയങ്കര റിഹേഴ്സൽ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ എല്ലാം തന്നെയാ. ഒരാൾ കഴിയുമ്പോൾ ഒരാൾ ഗംഭീര കോർഡിനേഷൻ ആട്ടോ ഈ പരിപാടി എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത പരിപാടിയാണ്. കാരണം എവിടെയെങ്കിലും ഒരു കോർഡിനേഷൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. നമ്മുടെ സീസണിൽ എല്ലാവരും ഓൾമോസ്റ്റ് പരിചയക്കാരായിരുന്നു. ചിലരൊക്കെ നമ്മൾ പരസ്പരം 1-2 പേരോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ തമ്മിൽ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അതിനകത്ത് ചെല്ലുമ്പോൾ നടക്കുന്നത്. കാരണം അതങ്ങനെയാണ് അവിടെ. ഇനിയുള്ള എല്ലാവരുടെയും ഡൗട്ട്, നിങ്ങളുടെ ഫ്ലോറും ഈ ലാലേട്ടന്റെ ഫ്ലോറും തമ്മിൽ അടുത്തടുത്താണ്. ആക്ച്വലി വലിയ ദൂരമില്ല. അതൊരു വലിയ ഫ്ലോറാണ് ലാലേട്ടന്റെ, ഇതുപോലെ തന്നെ. അവിടുന്ന് പക്ഷെ നമ്മളെ നടത്തിക്കൊണ്ടല്ല, കാറിനായിരുന്നു. ഒരു ഇച്ചിരി ദൂരം ഉള്ളെങ്കിൽ ഒരു കാറിനാണ്. ഇതൊരു വലിയ സ്റ്റുഡിയോ ആണ്. അന്ന് EVP അങ്ങനെ സ്റ്റുഡിയോ ആണ്. അതിനകത്ത് ഒരുപാട് സിനിമകളുടെ നമ്മുടെ ബിഗില് അങ്ങനെ കുറെ പടങ്ങള് അതൊക്കെ അപ്പുറം നടക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളൊരു സിനിമയുടെ പാട്ട് ദൂരേന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ സിനിമയുടെ എന്തോ ഷൂട്ട് അങ്ങ് ദൂരെ എവിടെയോ നടക്കുന്നുണ്ട്. അത് ഞങ്ങളെല്ലാവരും കേട്ടിരുന്നു. അത് ഏത് പടം, തമിഴാണ് കേൾക്കുന്നത്. പിന്നെ വല്ലപ്പോഴും വെളുപ്പാൻ കാലത്ത് ഞാൻ ഈ രാവിലെ അവിടെ അടുക്കള സമയമുള്ളപ്പോൾ രാവിലെ എണീക്കുന്നുണ്ട്, അമ്പലത്തിലെ പാട്ട് ദൂരേന്ന് കേൾക്കാം. ഇതൊക്കെയാണ് ആകെയുള്ള. അല്ല, ഒരുപാട് ദൂരെയാണ് ഇതെല്ലാം. പക്ഷെ ഇത് സൈലന്റ് ടൈം അല്ലേ, നമ്മളും ഭയങ്കര ഇങ്ങനെ എവിടുന്നാ ശബ്ദം കിട്ടാ അങ്ങനെ കേൾക്കുന്നത്. അല്ലാതെ ഇവിടെ ഒന്നും കിട്ടൂല. കാര്യം സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ അകത്തേക്ക് നല്ല ട്രാവൽ ചെയ്തിട്ടാണ് കാറില്, നടന്നു ചെല്ലാൻ പറ്റില്ല. നല്ല ദൂരം നമ്മളെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലോറിന്റെ സൈഡിൽ എത്തുന്നത്. പിന്നെ എങ്ങനെ ഇതിനകത്തേക്ക് കയറ്റുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. തിരിച്ച് നമ്മളെ ആ കണ്ണ് കെട്ടി വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് അതിന് വെളിയിൽ പോയാലും മറ്റേ നമുക്ക് ഒരിക്കലും തിരിച്ചകത്ത് വെളിയിലിറങ്ങാനോ ഒന്നും പോലെ കറങ്ങി തിരിഞ്ഞ് മറ്റേ മായക്കണ്ണാടി പോലെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും അവിടെ തന്നെ വരും. എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാൻ ലാസ്റ്റ് ബിഗ് ബോസിലെ വീട് പോയി കാണിച്ചിട്ട് ഒരാള് നമ്മൾ പിന്നെ ഫുൾ ഇരുട്ടല്ലേ, ഇവരുടെ ചുറ്റിന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസ് ആയതുകൊണ്ട് അകത്തേക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മൊത്തം ഇരുട്ടായിനാ ഈ വീടിന് ചുറ്റുവേ.
ഫ്ലോറിന് വെളിയിലാണ് ലൈറ്റ് ഉള്ളത്. സോ നമ്മൾ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റില്ല. ഞാൻ മേ ബി ആയിരിക്കാം. ചേച്ചി ബിഗ് ബോസ് ഈ പറഞ്ഞ വലിയ ബ്രേക്ക് ആയിരുന്നല്ലോ നമ്മളുടെ ബിഗ് ബോസ് ഇന്റർവ്യൂ പോലെ ഉണ്ടല്ലോ. ചേച്ചി നമുക്കൊരു ക്യൂരിയസ് ആയിട്ടുള്ള സാധനങ്ങളാ. ചേച്ചിയുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പാർട്ടില്ലേ ബിഗ് ബോസിന്. ഈ ബിഗ് ബോസിനെ ഇറങ്ങിയതിന് ശേഷം ബിഗ് ബോസിൽ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇപ്പം ആര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാർ ആയിക്കോട്ടെ, സാർ ആയിക്കോട്ടെ, അതിന് ശേഷം ആര്യയും ചേച്ചിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആരെയും ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ പഴയ പോലെ ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട്സ് കുറവാണ്. അവൾ അവളുടേതായിട്ടുള്ള തിരക്കിലാണ്, ഞാൻ എൻ്റെതായിട്ടുള്ള തിരക്കിലാണ്. അതുകൊണ്ടാണ് അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇപ്പോൾ ഈ അത്ര പണ്ടത്തെ പോലെ അങ്ങനെ വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ല. അവരവരുടേതായിട്ടുള്ള തിരക്കില്, ഞാൻ എൻ്റെതായിട്ടുള്ള തിരക്കിൽ. ആളുകൾക്ക് ചേച്ചിനോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമല്ലേ, ആര്യനെ വിളിക്കാറുണ്ടോ, ആര്യനെ കാണാറുണ്ടോ? അതെ അതെ. ഞാനിപ്പോൾ ലാസ്റ്റ് വെള്ളരിപ്പട്ടണത്തിന്റെ പ്രമോഷന് ഞാൻ വന്നപ്പോൾ ആര്യൻ ഞാൻ അവിടെ മഞ്ജു ചേച്ചിക്ക് അവളുടെ ഇതിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന, അങ്ങനെ അവിടെ വെച്ച് കണ്ടിരുന്നു. പിന്നെ വിശേഷങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. എവിടെ നിന്നോട്ടാ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് കുറഞ്ഞു തുടങ്ങിയത്? എപ്പോ മുതലാ അപ്പോ കോണ്ടാക്ട് കുറഞ്ഞു തുടങ്ങിയത്? ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഓരോൾക്കാർ അവരുടേതായിട്ടുള്ള തിരക്കിലേക്ക് മാറില്ലേ, അങ്ങനെ തിരക്കിലേക്ക് മാറിയ സമയത്ത് കുറഞ്ഞതാ. ചില സമയത്ത് ചിലത് നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അത് നല്ലതിനായിക്കാം ചീത്ത കാര്യത്തിന് വേണ്ടിയിട്ടാവാം. ചിലത് നമുക്ക് വേണ്ടാന്ന് ലൈഫിൽ തോന്നും. ഇനിയിപ്പോൾ നാളെ ഒരിക്കൽ ചിലപ്പോൾ അത് വേണമെന്ന് തോന്നുന്ന ഒരു സമയം വരുമായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇപ്പം ഞങ്ങൾ തമ്മിൽ യാതൊരു അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് വിളിച്ചിരുന്നു. ആക്ച്വലി എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അത് പക്ഷെ അന്നൊരു ന്യൂസ് വന്നിരുന്നു, ഞാൻ ചെന്നില്ല. പക്ഷെ ആക്ച്വലി അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുകൊണ്ടാ പോവായിരുന്നു, അല്ലെ ഞാൻ ഉറപ്പായിട്ടും പോയേനെ. പിന്നെ അങ്ങനെ ഇപ്പൊ കോണ്ടാക്ട് വളരെ അതിനകത്തുള്ള ആരും മഞ്ജു ചേച്ചിയായിട്ട് ഭയങ്കര കൂട്ടാ. പാലുകാച്ചനെ വിളിച്ചിട്ട് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല, വിളിക്കല് കുറവാണ്. ഇപ്പൊ ഫുക്രുവിനെ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. സുരേഷ് ഏട്ടൻ മാത്രമാണ് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരാള്. അതെ, സുരേഷ് ഏട്ടനാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് വരെ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തോടെ ബിഗ് ബോസിലെ ഒരാളെ വിളിക്കാമെങ്കിൽ അത് സുരേഷ് ഏട്ടനെയാണ്. പിന്നെ അതുപോലെ തന്നെ സാജു ചേട്ടനെ വിളിക്കാറില്ല, പാഷാണ ഷാജിയെ. എന്നാലും നമുക്ക് ധൈര്യത്തോടെ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റും. പ്രദീപിനെയും വിളിക്കാൻ പറ്റും. പ്രദീപേട്ടനൊക്കെ പണ്ട് മുതലുള്ള സുഹൃത്തുക്കളാണ്. ഇല്ല, ഇവരെ ബാക്കിയുള്ളവരൊന്നും വിളിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ എന്താ എവിടെയാന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൂടി പ്രോപ്പറായിട്ട് വിളിച്ച് അന്വേഷിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എവിടെയാ, എൻ്റെ മോൾ എവിടെയാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. എനിക്കത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അന്വേഷിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് അവർക്ക് എന്നെ അന്വേഷിച്ചുകൊണ്ട് സുരേഷ് ചേട്ടന് ഒന്നും ലൈഫിൽ നേടാനില്ല, എന്നിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. പക്ഷെ സുരേഷ് ചേട്ടൻ എന്നെ അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. ഞാൻ പറയില്ല, ഒരാളുടെ സമയം കൊടുക്കുക എന്ന് പറയുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ സുരേഷ് ചേട്ടന്റെ ഒരു 10 മിനിറ്റ് എനിക്ക് എല്ലാ ആഴ്ചയിലും വിളിച്ച്, നീ എവിടെയാ, നിനക്ക് സുഖാണോ, നിന്റെ മോൻ ഓക്കെ അല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് എല്ലാ ആഴ്ചയിലും ചോദിക്കുന്നത്. ഇതിന് മേലെ ഒന്നും ചോദിക്കില്ല. നീ ഓക്കെ അല്ലേ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അസുഖമൊന്നും ഇല്ലല്ലോ, ആ ശരി എന്നാ ഓക്കെ മോളെ. അതെ, അപ്പൊ എന്നോട് പറയും, നീ, ആര്യ, പിന്നെ ഫുക്രു, പാഷാണ ഷാജി, അങ്ങനെ ഒരു 4-5 പേർ, നിങ്ങളാണ് എൻ്റെ അസറ്റ് എന്നത് എല്ലാ ആഴ്ചയിലും ഇതും പറയും. എന്നിട്ട് കട്ട് ചെയ്യും. അത് കേൾക്കാൻ, അതിപ്പോ ഒരാഴ്ച നമ്മൾ കണ്ടില്ല, എന്താ സൂര്യ ഈ ആഴ്ച വിളിക്കാണ്ടിരുന്നേ എന്ന് നമ്മൾ അറിയാണ്ട് ചിന്തിക്കും. ചില ആൾക്കാർ ഇപ്പൊ മോർണിംഗ് മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം ആ മോർണിംഗ് മെസ്സേജ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിക്കത്തില്ല, അങ്ങനെ ഒരാളുണ്ട്. ഇപ്പൊ പ്രശാന്ത് ഏട്ടൻ പോലും അത് കേൾക്കുമ്പോൾ ഞെട്ടുമായിരിക്കും. പ്രശാന്ത് കാഞ്ഞിരമറ്റെന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, പണ്ട് ജഗതിയുടെ പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കോമഡി ആർട്ടിസ്റ്റ്. പ്രശാന്ത് ഏട്ടൻ എല്ലാ ദിവസവും എന്റെ ഫോൺ നോക്കിയേ കാണാം, ഡെയിലി. ഒന്നുമില്ല, ഒന്നെങ്കിൽ ഒരു കുരുവി മറ്റേ പറക്കുന്ന ഗുഡ് മോർണിംഗ്, ഇല്ലെങ്കിൽ സൂര്യൻ വരുന്ന ഗുഡ് മോർണിംഗ്, ഇല്ലെങ്കിൽ പൂ വിടർന്ന് നിൽക്കുന്ന ഗുഡ് മോർണിംഗ്, എന്നും ഗുഡ് മോർണിംഗ് അയക്കും. സോ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗിന് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കുക. പക്ഷെ ഡെയിലി ഞാൻ പ്രശാന്ത് ഏട്ടന്റെ ഗുഡ് മോർണിംഗ് കാണാറുണ്ട് എൻ്റെ ഫോണിൽ. അത് എന്നും ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് എനിക്ക് നാളെ ഒരിക്കൽ പ്രശാന്ത് ഏട്ടനെ ഞാൻ ഫേസ് ടു ഫേസ് കണ്ടാ കൂടെ എന്തുണ്ട് ചേട്ടാ എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ചോദിക്കാം. എനിക്കൊന്ന് പ്രശാന്തേട്ടൻ മറ്റേ ഗ്രൂപ്പ് ഇട്ട് വെച്ചിട്ടേ രാവിലെ 256 പേരുണ്ടല്ലോ ഒരു ഗ്രൂപ്പിൽ, അങ്ങനത്തെ ഒരു സാധനം, മറ്റേ എന്താ പറയാ, ബ്രോഡ്കാസ്റ്റ്, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രാവിലെ ഒറ്റ ഒരു ഗുഡ് മോർണിംഗ് ഇടും, എല്ലാവർക്കും പോകും. ഇതായിരിക്കും ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാ കൂടെ ചില ഗുഡ് മോർണിംഗുകൾ അതിപ്പോ കണ്ടില്ലെങ്കിൽ ഇന്ന് വന്നില്ലല്ലോ അങ്ങനെ തോന്നല് വരും. പിന്നെ നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും ഇപ്പം ഒത്തിരി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയാൻ എനിക്ക് ഒത്തിരി പേരില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരൊരു
കുറച്ച് ദിവസം കൂടുമ്പോഴെങ്കിലും എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കും എന്ത് പറ്റിയോ അങ്ങോട്ടൊന്ന് വിളിക്കാമല്ലോ. അതുണ്ട്. അങ്ങനത്തെ ഒരു വളരെ കുറച്ച് പേര്, ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ ഉണ്ട്. അതിപ്പോൾ മെസ്സേജ് ആയിട്ടാണെങ്കിലും കോളായിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ അവരെ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ ഭാഗ്യമാണ്. ഇപ്പം ഞാനിപ്പോൾ എന്നെ ഒരു 3-4 ദിവസം കണ്ടില്ലെങ്കിലും എന്നെ അന്വേഷിച്ച് വിളിക്കുന്ന ഒരു 3-4 പേരുണ്ടാവും കേട്ടോ, അതിന് മേലില്ല. റീന, പിന്നെ അച്ചൽ എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തുണ്ട്, അവൻ. പിന്നെ എൻ്റെ ചേട്ടൻ ഒരു 1.5 ആഴ്ച എന്നെ ഒരാഴ്ച ഒന്നും എൻ്റെ നേഴ്സ് ലിബിച്ചേട്ടൻ ഒരാഴ്ചയൊക്കെ കണ്ടില്ലെങ്കിൽ എനിക്ക് ലിബിച്ചേട്ടൻ എനിക്ക് എവിടാന്നെങ്കിലും അറിയാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ ഞാൻ സ്റ്റോറീസ് സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ലെങ്കിൽ കേട്ടോ കൂടുതൽ ശ്രദ്ധിക്കുക. ചേട്ടൻ മെസ്സേജ് അയക്കും. പിന്നെ ഈ സുര എന്നെ എപ്പോഴും വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു സുര ഉണ്ടാവും. പിന്നെ ആരായിരിക്കുക വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ രാജേഷ് ഏട്ടൻ, എൻ്റെ ഇവന്റിന്റെ രാജേഷ് ഏട്ടൻ ഡെയിലി എന്നെ വിളിക്കും. അപ്പം ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൂടി നീ എവിടെയാടി എന്ന് ചോദിച്ചാൽ എൻ്റെ എന്താ ഒരു ചേട്ടനെ പോലെ ഇപ്പം നിൽക്കുന്ന ഒരു പുള്ളിയാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ എവിടാന്ന് ഡെയിലി അന്വേഷിക്കുന്ന ആള് അല്ലെങ്കിൽ ഡെയിലി 2-3 ദിവസം കൂടിയിട്ട് എൻ്റെ വിവരമൊന്നും ഇല്ലെങ്കിൽ. പിന്നെ അലീന എൻ്റെ +2 മുതലുള്ള ഫ്രണ്ടാണ്. അതങ്ങനല്ല, ഞാൻ സ്റ്റാറ്റസ് മിക്കവാറും ഇടാറുണ്ട്. 3-4 ദിവസം എൻ്റെ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലെങ്കിൽ നീ എവിടെയാ, ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇത്രയേ ഉള്ളൂ. ചിലപ്പോൾ 1 മാസത്തിൽ ഒരിക്കലായിരിക്കും അവളുമായിട്ട് സംസാരിക്കാം. പക്ഷെ അതങ്ങനെ എനിക്ക് തോന്നുന്നത് സൗഹൃദത്തിന് ഡെയിലി വിളിക്കണം എന്നില്ല, എന്നും വിളിച്ച് 24 മണിക്കൂർ നമ്മളോട് സംസാരിക്കണം എന്നില്ല. പക്ഷെ വിളിക്കുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ആ 1 മാസത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങൾ മൊത്തം നമ്മൾ ഇറക്കി വെക്കുന്ന, ചിലപ്പം അല്ല വിഷമമായിരിക്കാം, നമ്മുടെ ഹാപ്പിനെസ് ആയിരിക്കാം, അവരുടെ അടുത്തായിരിക്കും നമ്മൾ ഇറക്കി വെക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും. അല്ലാതെ ഡെയിലി എല്ലാവരും ഡെയിലി വിളിച്ചത് നീ എവിടെയാ അങ്ങനെ ചോദിക്കണം എന്നില്ല. നമുക്കൊരു സന്തോഷം വരുമ്പോൾ ആരും കൂടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരാളെങ്കിലും കൂടെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ സത്യമായിട്ട് അതല്ലേ. ഇപ്പൊ നിങ്ങൾ എന്നെ കേട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇപ്പൊ സംസാരം നന്നായി പോകുന്നത്. നിങ്ങൾ കേൾക്കാതിരിക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിലോ അല്ലെന്ന് ഇരിക്കുകയാണെങ്കിൽ ഈ സംസാരത്തിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്നത് കൊണ്ടാ. ഇതുപോലെ ലൈഫിൽ നമ്മളെ കേൾക്കാൻ ഒരാൾ നിർബന്ധമായിട്ടും വേണം. അങ്ങനെ ഒരാളെങ്കിലും ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഹാപ്പിയാണ്. ഒത്തിരി പേര് വേണ്ട, ഒരാൾ മതി. അങ്ങനെ ഒരാളാണ് നമ്മൾ അലീനയാണ്. അലീനയോടാണ് എല്ലാം പറയുന്നത്. ഇപ്പൊ അത് മാസത്തിൽ ഒരിക്കലാണെങ്കിൽ കൂടി ഞാനും ഭയങ്കര നമ്മുടെ ലൈഫിൽ എന്നും ഇപ്പൊ ഈ ആൾക്കാരെല്ലാം സെലിബ്രിറ്റി അല്ലേ, അവൾ അവിടെ ട്രാവൽ പോകുന്നു, ഇവിടെ ട്രിപ്പ് പോകുന്നു, കാറ് സുഖം. ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ളവർ തന്നെ പറയും വീണ വയനാട് ട്രിപ്പ് പോകണം, അവിടെ പോണോ, എന്താ വീണയുടെയൊക്കെ ഒരു കോഴിക്കോട് ഷൂട്ടിന് പോണു, അത് കഴിഞ്ഞ് വന്നിട്ട് അടുത്ത ഈ പൈസയൊക്കെ എന്ത് ചെയ്യാ. ഇതൊക്കെ സ്ഥിര ആൾക്കാരുടെ. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മളും എല്ലാവരും മനുഷ്യരല്ലേ, നമ്മൾ നമ്മുടെ ജോലിയാ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറൊക്കെ മാറ്റി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഇതിനിടയ്ക്ക് മോൻ്റെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന് ഞാൻ തന്നെ വേണം പോവാൻ. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ സിനിമാടിയായിട്ടിരിക്കാൻ പറ്റില്ല. അവിടെ പേരൻസ് ആയിട്ട് തന്നെയാണ്, ഞാൻ അമ്പാടിയുടെ അമ്മയായി പേരൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരിക്കേണ്ടത്. ഞാൻ സാധാരണ ഒരു സ്ത്രീ തന്നെ ഇപ്പോഴും സാധാരണ നമ്മൾ അഭിനയിക്കണു എന്നല്ലാണ്ട് അതും മറ്റുള്ള വലിയ ആർട്ടിസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊക്കെ ഒരു സ്റ്റെപ്പിലേക്ക് വെച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആൾക്കാരുടെ ഒരു തോട്ടുണ്ട്. എല്ലാവരും പറയും നിങ്ങൾക്കൊക്കെ എന്താവാലോ, നിങ്ങളൊക്കെ ഭയങ്കര, അങ്ങനല്ല. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്കും വിഷമവും നമുക്കും ഭയങ്കരമായിട്ട് ഫീലിങ്സും നമുക്ക് ഒത്തിരി പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ പ്രൊഫഷനിൽ നമുക്കിതൊന്നും കാണിക്കാൻ പറ്റില്ല. നമ്മളുടെ ആകെ എനിക്ക് തോന്നുന്നു എൻ്റെ വിഷമങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഞാൻ വന്ന് പറഞ്ഞ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ്. അത് ആ ഷോയിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ സ്റ്റോറി പറയുന്ന കൂട്ടത്തിൽ ഞാനത് പറഞ്ഞ ഇതിലങ്ങ് പറഞ്ഞു പോയതാ. അല്ലാതെ നമ്മളിത് പ്ലാൻ ചെയ്ത് സ്റ്റോറി പഠിച്ചിട്ട് വന്ന് പറഞ്ഞതൊന്നല്ല. പക്ഷെ അത് നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട്, പോസിറ്റീവായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാന്നേ. എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും ഈ പൈസ നമ്മുടെ ഒരു സൈഡിൽ കൂടെ ക്യാഷ് ഉണ്ടെങ്കിലും ലീവ് സൈഡിൽ കൂടെ അത് ചിലവാകുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ സന്തോഷം ഉണ്ടെങ്കിലും ഒരു സൈഡിൽ കൂടെ വിഷമമുണ്ട്.
ഒക്കെ മിസ്സായിട്ട് പോകുന്ന സാധാരണ മനുഷ്യരെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഉടനെ പറയും കണ്ടില്ലേ അവിടെ പോയി നമുക്ക് ഇങ്ങനെ വല്ലതും പറ്റുമോ, അല്ല നോർമലി നിങ്ങൾക്കൊക്കെ എന്താവാം. പക്ഷെ അതൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം വരും. ഇതിനിപ്പോൾ എത്ര വലിയ നമ്മൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് വിഷമിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ സ്ട്രോങ് ആയെന്ന് പറഞ്ഞാലും ചില കമന്റ്സുകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് വിഷമം. പക്ഷെ അത് നമ്മളെ ആ വിഷമത്തെ നമ്മൾ കൊണ്ടുപോകാറില്ല. വിഷമിക്കും, അതവിടെ വിടും. പണ്ടൊക്കെ വിഷമവും കൂടെ കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ആ പരിപാടി ഇല്ല. കാരണം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ സമയവും കടന്നു പോകും, ഉറപ്പാണ്. ഈ ആര്യനെ പറ്റി ചോദിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുന്ന ആളായിരിക്കും ഇപ്പൊ രജത് സാർ. അപ്പൊ ആ സമയത്ത് സാറിന്റെ ചില സ്റ്റേറ്റ്മെന്റ്സിനോട് അഭിപ്രായങ്ങളോടൊക്കെ ചേച്ചി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പുറത്ത് ഇപ്പൊ നിങ്ങളുടെ ഒരു കോണ്ടാക്ട് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാ നിങ്ങളൊരു ബന്ധം പോകുന്നത്? രജിത്തേട്ടനെ ഞാൻ ലാസ്റ്റ് സംസാരിക്കുന്നത് സോമദാസ് ചേട്ടനില്ലേ, അദ്ദേഹം ചേട്ടൻ മരിച്ച സമയത്ത്, സോമുചേട്ടൻ മരിച്ചല്ലോ, മരിച്ച സമയത്താണ് രജിത്തേട്ടൻ എന്നെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്. അന്നാണ് ഞാൻ ലാസ്റ്റ് രജിത്തേട്ടനോട് സംസാരിക്കുന്നത്. പിന്നെ രജിത്തേട്ടനെ കണ്ടിട്ടില്ല. പക്ഷെ രജിത്തേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ രജിത്തേട്ടൻ്റെ അപ്ഡേഷനൊക്കെ കാണാറുണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര ബിസിയും കാര്യങ്ങളും. എല്ലാവരും വീണ്ടും പലരെയും പിന്നെ സുജോയൊന്നും കണ്ടിട്ടേ ഇല്ല, പലരെയും കണ്ടിട്ട് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് എത്തിയ സമയത്ത് ഇപ്പൊ അലക്സാണ്ടർ അവിടെയുണ്ട്, രഘു അവിടെയുണ്ട്. പക്ഷെ ഞാൻ ഷൂട്ടിന്റെ തിരക്കിൽ എനിക്ക് ആരെയും പോയി കാണാൻ പറ്റാറില്ല. പിന്നെ ചിലത് മറ്റേ ആക്സിഡന്റലി നമ്മള് കാണുന്നതാണ്. ഇപ്പൊ സുര കൊച്ചിയിൽ വരുന്ന സമയത്ത് സുര വിളിക്കും വാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് സുര എടുത്ത് ചെല്ലും. കാരണം നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നമ്മളത് ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ പ്രദീപേട്ടൻ കൊച്ചിയിലുണ്ട്. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വൈഫായിട്ടും പ്രതിയായിട്ടും സംസാരിക്കലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒക്കേഷനില്ല, അങ്ങനെ ഡെയിലി വിളിക്കലൊന്നുമില്ല. പക്ഷെ ഇതുവരെ ഇവിടെ കടവന്തര വരെ ഉള്ളൂ, പോവാൻ പറ്റാറില്ല. നമ്മുടെ സ്ഥിരം ലൈഫിലും അങ്ങനെ തന്നെയല്ലേ. ഇല്ല, ആ ഗ്രൂപ്പിലൊന്നും ഇല്ല. ഞാൻ പൊതുവെ വളരെ ഒരു 3-4 എന്റെ ഫോൺ എടുത്താൽ കാണാം, മാക്സിമം ഒരു 4 ഗ്രൂപ്പ് ഉണ്ടാവും. അത് സ്മാർട്ട് ഫിക്സ് മീഡിയയുടെ ഒരു ഗ്രൂപ്പ്, പുലികൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് നമ്മളെ പുലികളായിട്ട് പ്രഖ്യാപിച്ചേക്കുന്ന കുറച്ച് ലേഡീസും ഒന്നുണ്ട്, അങ്ങനെ ഒരു ഗ്രൂപ്പ്. മഞ്ജു പിള്ള ഇല്ല, മഞ്ജു പത്രസും ഇല്ല. അതിനകത്ത് വേറെ കുറെ ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഉഷ ചേച്ചി ഇല്ലേ, പഴയ ആർട്ടിസ്റ്റ്. ഉഷ ചേച്ചി അറിയില്ലേ, പഴയ നടി. ഇടുക്കി ഞാൻ ഉഷ ചേച്ചി എന്ന് പറയുന്നത് പണ്ട് ഒത്തിരി സിനിമകള് കോട്ടയം കുഞ്ഞച്ചനിലൊക്കെ ഉണ്ട്. ഉഷ ചേച്ചി ഉഷ ചേച്ചി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. ഇപ്പൊ അല്ല, ഉഷ ചേച്ചി വലിയ ആരും ഇത് പറയല്ല. നാളെ 10 ദിവസം കഴിയുമ്പോ എന്നെ പറയാൻ വയ്യാത്തവർ എത്ര പേരുണ്ട്. അതന്നെ സലിമേച്ചിയല്ല, അപ്പൊ ഉഷ ചേച്ചി തുടങ്ങിയ ഗ്രൂപ്പാ. അപ്പൊ അതിനകത്ത് ഞങ്ങള് അവരെല്ലാവരും കുറച്ച് അതിന് പുലികളിൽ നമ്മൾ തന്നെ പേരിട്ടതാ. നമ്മളൊക്കെ തന്നെ ആരെ പേരിട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. കുറെ വർഷമായത്, 1-2 വർഷം. കൊറോണ ടൈമിലാ പല ഗ്രൂപ്പുകളും ഫോം ആവുന്നത്. അങ്ങനെ ചേച്ചി, ഇനിയിപ്പോ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, എന്റെ പൊന്നോ, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷെ ചേച്ചിക്ക് ഇനി എന്തെങ്കിലും അതില് എന്താ കൂട്ടിച്ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമാക്കണമെങ്കിലോ മാത്രം പറഞ്ഞാൽ മതി. അല്ല ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. സ്കിപ്പ് ആണെങ്കിലോ ഒരു പ്രശ്നമില്ല. ചേച്ചിക്ക് സ്കിപ്പ് എന്റെ ഫാമിലിയെ പറ്റിയിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് ഭയങ്കര ചർച്ചയായിരുന്നല്ലോ. ചേച്ചിയുടെ പല ഇന്റർവ്യൂസിലും ചേട്ടനെ പറ്റി നല്ല രീതിയിൽ തന്നെ ചേച്ചി കമന്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ പിന്നീട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയതുമില്ല. ആക്ച്വലി എന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിച്ചാല് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ. നമ്മൾ ആരായിക്കോട്ടെ, നമ്മൾ റിലേഷൻ തുടങ്ങുന്നതും കല്യാണം കഴിക്കുന്നതും എല്ലാം ഇത് നിർത്താൻ വേണ്ടിയിട്ടോ ഡിവോഴ്സ് ആകാൻ വേണ്ടിയിട്ടോ അല്ല. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ തീരെ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ നമ്മൾ അത് പതിയെ വളരെ ഗ്രാജുവലി അല്ല ഒറ്റയടിക്ക് ബായ്, മറ്റേ ഇംഗ്ലീഷുകാരൻ മറ്റേ കോഫി കുടിച്ചിട്ട് ബായ് പറഞ്ഞു പോകുന്നത് പോലെ നമ്മൾ 8 വർഷം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കത് പെട്ടെന്ന് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. ഒരുപാട് സമയമെടുക്കും. ഞാനിനിയിപ്പം നാളെ ഒരിക്കലും ഞാൻ വേറൊരു റിലേഷനിലാവുകയോ അല്ലെങ്കിൽ നാളെ ഞാൻ വേറൊരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ കൂടി ഇതൊരിക്കലും നമ്മുടെ ലൈഫിൽ നിന്ന് മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണത്. ആ അച്ഛൻ എന്നുള്ള സ്ഥാനം ഞാൻ എത്ര ഇനിയും തേച്ചും മാച്ചെന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല. അമ്പാടിയുടെ അച്ഛൻ സ്വാതി എന്ന് പറയുന്ന RJ എന്ന് പറയുന്ന ആള് തന്നെയാണ്. സോ ആ റെസ്പെക്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കും.
ഞങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇതായിരിക്കും. ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങൾ തമ്മിൽ മോൻ്റെ കാര്യത്തിൽ എല്ലാം പ്രോപ്പറായിട്ടും കുഞ്ഞിനെ ഇപ്പം പുള്ളി നാട്ടിലുണ്ട്, മോനെ കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുവിടുന്നുണ്ട്, മോനെ കാണാറുണ്ട്. അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൂപ്പൻ്റെ അമ്മൂമ്മയെ അവന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് അച്ഛനും അമ്മയില്ല. സോ അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ സ്നേഹം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൻ്റെ അച്ഛനും അമ്മയേ ഉള്ളൂ. അതിനൊക്കെ ഇനി ഞാൻ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. അവന് ആ സ്നേഹം കിട്ടണം, അവിടെ തന്നെ പോകണം. നാളെ ഒരിക്കലും വലുതായി വരുമ്പം എന്നോട് ചോദിക്കരുത് എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മ എനിക്കിടയ്ക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ അങ്ങനെയൊന്നും ചോദിക്കാനുള്ള സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കില്ല ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി വളരെ ഹാപ്പിയായി അവന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഭഗവാൻ അനുഗ്രഹിച്ച് ഇപ്പോൾ പോകുന്നത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള ഇപ്പം നമ്മൾ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇപ്പോഴും സമൂഹം വേറൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. അതിപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ അത് എനിക്ക് മാത്രം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കും. അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും അല്ല അദ്ദേഹത്തിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അത് രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും. അല്ലാതെ എപ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒരാളുടെ മാത്രം മിസ്റ്റേക്ക് കൊണ്ടല്ല. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ പറയുന്നത്. 2 ഭാഗത്തും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു ബന്ധം വേണ്ടാന്ന് നമ്മൾ വെക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഇനി നാളെ ഒരിക്കൽ ഞങ്ങൾ മുന്നോട്ടേക്ക് മോന് വേണ്ടിയിട്ട് പോകുമെന്നും അറിയില്ല. പൂർണ്ണമായിട്ടും ആ ബന്ധം വേണ്ട എന്ന് നമ്മൾ മറ്റേ കട്ടൺ റൈറ്റ് പോലെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ വിളിക്കും, മോൻ്റെ കാര്യം സംസാരിക്കും, വഴക്ക് പിടിക്കാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട്, ഫോണിൽ കൂടെ ആർഗ്യുമെന്റ്സ് ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ട എന്ന് പൂർണ്ണമായിട്ടും നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ ഈ വഴക്കിൻ്റെ ആർഗ്യുമെന്റ്സിൻ്റെയും കാര്യങ്ങളില്ല. കട്ട് ഓഫ് ചെയ്താൽ പിന്നെ നെവർ മൈൻഡ്, അങ്ങനെ ആണല്ലോ. പക്ഷെ ഇപ്പോഴും അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും മറ്റേ ക്ലൈമാക്സ് ആയിട്ടില്ല. ക്ലൈമാക്സ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ, കാരണം ഇത് ഞാൻ പോലും അറിയാതെ നാട്ടുകാർ ആഘോഷിച്ചു. കാരണം ഞാൻ എൻ്റെ കുറെ വാർത്തകൾ ഇതിനോടകം വന്നിരുന്നല്ലേ, അതായത് ആ സമയത്ത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു കുറെ ന്യൂസ് വന്നിരുന്നു, സെപ്പറേറ്റഡ് ആയി, ഡിവോഴ്സ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞു. അതെ, അത് പിന്നെ അത് ഞാൻ ഒരിക്കലും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തില്ല. കാരണം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും നമ്മൾ തമ്മിലൊരു പിണക്കം വന്നാൽ കൂടെ അവർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ്. സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ലൈഫായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫായാലും ഒക്കെ സെലിബ്രിറ്റി എന്നുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ട്. അവരുടെ ലൈഫിൽ എന്ത് നടക്കണു എന്നറിയാൻ വേണ്ടിയിട്ട് അത് ഓൾമോസ്റ്റ് ഇപ്പം നമുക്ക് പോലും നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റീസിന്റെ ലൈഫിൽ എന്ത് നടക്കുമെന്ന് ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള കൗതുകമുണ്ട്. ആ കൗതുകം തന്നെ അവർക്കുള്ളൂ. അത് പിന്നെ അത് വേറെ രീതിയിലാക്കും. അതിപ്പോൾ ട്രെൻഡായി മാറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിനും ഒരു വാല്യൂ ഇല്ലാതാവും. അപ്പം ഇതൊക്കെയാണ് സംഭവം. ഞങ്ങൾ ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ്. മോൻ്റെ കാര്യങ്ങൾ നോക്കി. മോൻ നൈപുണ്യ സ്കൂളിലാണ് പഠിക്കുന്നത്, 1ാം ക്ലാസ്സിലേക്ക് പോകണു. ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു റിലേഷൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫിലേക്ക് താഴേക്ക് പോന്നു കഴിയുമ്പോഴാണ് നമുക്കതിനെ അയ്യോ എന്നൊരു തോന്നൽ വരാം. പക്ഷെ നമ്മളൊരു റിലേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഓക്കെ ആയാൽ മതി. അപ്പം അത് ഏത് റിലേഷൻ ആയാലും, ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടായിട്ടുള്ള നമുക്കൊരു പ്രണയത്തിൽ നിന്നാണെങ്കിലും നമ്മൾ റിക്കവർ ചെയ്ത് വന്നിട്ട് നമ്മൾ മുന്നേക്ക് നല്ല രീതിയിൽ പോയാൽ മതി. അവിടുന്ന് താഴെ പോയി ഡിപ്രഷനായി, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആത്മഹത്യ അതൊന്നും അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് നന്നായി മേലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സമയവും കടന്നു പോകും. ഒന്നിനും സ്റ്റെബിലിറ്റി ഇല്ല ലൈഫിൽ. ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അരമണിക്കൂറിൽ ഇത് തീരും. ഇത് റെക്കോർഡായിട്ടുണ്ടാവും. ഈ സമയത്ത് ഞാൻ പറയുന്നതൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുള്ള ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളും എൻ്റെ നിലപാടുകൾ നാളെ ഒരു പക്ഷേ മാറിയേക്കാം. ഞാൻ ഇപ്പോഴും പറയുന്നത് എടുത്തു പറയണു. ഈ പറയുന്ന ഞാൻ ഇപ്പൊ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നാളെ ചിലപ്പോൾ ഈ നിലപാടുകൾ മൊത്തം മാറിയേക്കാം. കാര്യം മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, ചെയ്യുന്നത് എല്ലാം. അതുകൊണ്ട് നിലപാടുകൾ മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ എൻ്റെ നിലപാടിൽ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്നു. മോൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഹാപ്പിയാണ്. അവൻ ഹാപ്പിയാണ്. അവൻ്റെ അപ്പൂപ്പൻ്റെ അമ്മ അടുത്ത് പോകുന്നുണ്ട്. അത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പം ട്രിപ്പ് പോകുന്നുണ്ട്. മോനെ
അതുപോലെ തന്നെ പോയി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മോനെ അഫക്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അത് എൻ്റെ തീരുമാനം. വെൽ ഡൺ, സൂപ്പർ. ചേച്ചി ഈ സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ചെറിയൊരു റൗണ്ടിലേക്ക് പോയിക്കോട്ടെ. ചെറിയൊരു റാപ്പിഡ് ഫയറാ. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യനാ. അതായത് ബിഗ് ബോസിൽ നിന്നിട്ട് എമൗണ്ട് ഉണ്ടല്ലോ, ബിഗ് ബോസ് വിട്ടിട്ടുള്ള ഒരു കളിയിലുണ്ടോ? ചേച്ചി വലിയൊരു ഇമ്പോർട്ടന്റ് പാർട്ടല്ലേ അത്. ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ എമൗണ്ട് ചേച്ചി എങ്ങനെയൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ള അറിയാൻ എല്ലാവർക്കും ചാൻസ് ഉണ്ടായിരിക്കുക. എന്താ ചെയ്തത് നമ്മള് പൈസ? എൻ്റെ കിട്ടിയ പൈസയിൽ ഒരു വലിയ എമൗണ്ട് എൻ്റെ ഓൾറെഡി എനിക്ക് കടം ഉണ്ടായിരുന്നു ഒത്തിരി. 10.5 lakhs ഉണ്ടായിരുന്നു എൻ്റെ കടം. അത് സെറ്റിൽ ചെയ്തു. പിന്നെ അതിന് കണ്ടു, ബാക്കിയുള്ള എമൗണ്ട് ഞാൻ പറയൂല, എനിക്ക് കണ്ടുപിടിക്കണേ. ഞാൻ അവിടെ 64 ദിവസം നിന്നു. ആ പേയ്മെന്റ് കൊണ്ട് എൻ്റെ കടങ്ങൾ തീർത്തു. പിന്നെ 5 മാസം പിന്നെ ഞാൻ ദുബായിലായിരുന്നു. ആ സമയത്ത് വർക്കോ മറ്റേ ഇതൊന്നും ഇല്ലല്ലോ, പുള്ളിയുടെ ജോലി 5 മാസം സാലറി അങ്ങനത്തെ, നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. സോ ആ സമയത്തെ കാര്യങ്ങൾ മുഴുവനെല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, ഞങ്ങൾക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. ആ സമയത്ത് എന്നെ അറിയുന്നതും അറിയാത്തവരുമായിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബിഗ് ബോസിൽ പോയിട്ട് നമ്മുടെ ക്യാഷ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. 2000 രൂപയ്ക്കായിട്ട് ഞങ്ങൾക്ക് പൈസ, അങ്ങനെ 1000 രൂപയ്ക്കായിട്ടും ഒക്കെ. എന്നെ കൊണ്ട് ആ സമയത്ത് പറ്റണ പോലെ, ചോദിക്കുന്ന പോലെ ചെയ്യാവുന്നതൊക്കെ ആ സമയത്ത് കൊറോണ സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആത്മാ എന്ന് പറഞ്ഞ സംഘടനയായിരുന്നു, സീരിയലിന്റെ സംഘടന. എനിക്ക് ലാസ്റ്റ് സമയത്ത് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ലാസ്റ്റ് ബില്ലിനകത്ത് കൊടുക്കാൻ എനിക്കൊരു 25,000 അവിടുന്ന് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ഞാൻ തിരിച്ചത് 40 ആക്കി കൊടുത്തിട്ട് പറഞ്ഞു, ബാക്കി പൈസ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഫിനാൻഷ്യലി ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ദിനീഷ് അങ്കിളിനെ വിളിച്ചു പറഞ്ഞത് കൊടുത്തിരുന്നു. അങ്ങനെ ആ സമയത്ത് കുറേ അങ്ങനെ കൊടുത്തു കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങി, ഒരുപാടൊന്നും വാങ്ങിയില്ല. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓൾമോസ്റ്റ് ആ വർഷം ലാസ്റ്റ് പിറ്റേ വർഷമായപ്പോഴാണ് സിനിമ ചെയ്യുന്നത്. അതുവരെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ, അതൊന്നും അല്ലലില്ലാതെ നടന്നു പോയത് ബിഗ് ബോസ് കൊണ്ടാണ്. ബിഗ് ബോസിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ്. കണ്ടുപിടിക്കാൻ പറ്റില്ല. അടുത്ത ചോദിക്കട്ടെ, ഡാഷ് സ്വഭാവം മാറ്റണം എന്ന് ദീർഘനാളായിട്ട് ഞാൻ വിചാരിച്ചിട്ടും ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്തൊരു കാര്യം എൻ്റെ സ്വഭാവത്തിലെ ഡാഷാണ്. ഞാൻ എന്ത് റിലേഷൻഷിപ്പിലും ഓവർ കമ്മിറ്റഡ് ആണ്. ഫ്രണ്ട്ഷിപ്പിനകത്താണെങ്കിൽ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്ന് തോന്നുന്നത് കമ്മിറ്റ്മെന്റും എക്സ്പെക്ടേഷനുമാണ്. ഇത് രണ്ടും എനിക്കുണ്ട്. എത്ര ഞാൻ ഇനിയും ഇത്തവണ ഒരു വട്ടം നമുക്ക് എവിടെന്നെങ്കിലും സൗഹൃദത്തിൽ നമ്മൾ ഭയങ്കര ഒരാളായിട്ട് കമ്പനിയായി അവൾക്ക് വേണ്ടി നിന്ന് നമ്മൾ സ്റ്റാൻഡ് ചെയ്തിട്ട് നമുക്ക് പണി കിട്ടിയിട്ട് ഇനി ചെയ്യാൻ പാടില്ല, അടുത്ത ഇനിയെങ്കിലും ഒരു സൗഹൃദം വരുമ്പോൾ ഒരാളോട് കമ്മിറ്റഡ് ആവരുത്. എവിടെ എത്ര പഠിക്കില്ല ഈ സാധനം മാത്രം കമ്മിറ്റ്മെന്റ്. പിന്നെ ആവശ്യമില്ലാതെ അതിപ്പോ കുറഞ്ഞിട്ടുണ്ട്, ഈ എക്സ്പെക്ടേഷൻ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ നമ്മള് അവരിപ്പം അങ്ങനെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഞാൻ തന്നെ ഉദ്ദേശിക്കുകയാണേ ഇങ്ങോട്ടേക്ക് എനിക്ക് ആൻസർ ഇതായിരിക്കും കിട്ടുന്നത്, അല്ല ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഇതായിരിക്കും എനിക്ക് തിരിച്ചു തരുന്നത് എന്ന് ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്ടേഷനോടുകൂടി ചെയ്തിട്ട് മിക്കവാറും വിഷമിക്കാറുണ്ടായിരുന്നു. അതൊക്കെ കുറെ കുറഞ്ഞു, ബെറ്ററായി. പക്ഷെ എന്നാലും ഇനി കുറച്ചും കൂടെ ഞാൻ ഈ രണ്ട് സാധനവും ദേഷ്യമൊക്കെ കുറെ കുറഞ്ഞു. എക്സ്പെക്ടേഷൻ, കമ്മിറ്റ്മെന്റ്, ഇത് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കണം എന്ന് എനിക്കെന്നല്ല, എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സാധനമേ ലൈഫിൽ ഇല്ലാണ്ടിരുന്നാല് ഭയങ്കര രസമായിരിക്കും ലൈഫ്. പക്ഷെ നമുക്ക് ഇത് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയാനേ പറ്റുള്ളൂ. ലൈഫിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുതെന്നും ഓവറായിട്ട് കമ്മിറ്റ് ചെയ്യരുത്. ഒരിക്കലും ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഞാൻ പറഞ്ഞില്ലേ, അവനവന്റെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് അവനവന് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെളിയിൽ നിന്ന് ഒരാൾക്കും നീ ഭയങ്കര ബോൾഡ് ആകൂ, നീ ഇങ്ങനെ ഡൗൺ ആയി പോകരുതേ, ഭയങ്കര ഇതാവും മറ്റേത് നടക്കില്ല. അത് നമ്മൾ തന്നെ വിചാരിച്ചത്. വെളിയിൽ നിന്ന് ഒരാൾക്ക് ഇത് നമുക്ക് പറയാനേ പറ്റുള്ളൂ. നീ എന്താ ഇങ്ങനെ എന്നൊക്കെ എന്നോട് ഞാൻ ഒരു സ്റ്റേജിൽ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ലൈഫ് തിരിച്ചു പിടിക്കാൻ ഈ തനിച്ച് എറണാകുളം വന്ന് നിന്ന സമയത്ത് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ പണ്ടത്തെ ഇന്റർവ്യൂവിൽ എപ്പോഴും ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്, ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യം, എല്ലാ ആർട്ടിസ്റ്റുകളും കൊച്ചിയിലേക്ക് വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരിക്കലും കൊച്ചിയിൽ വന്ന് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കും, ഞാനും എന്റെ മോനും കൂടെ താമസിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. താമസിക്കുമെന്ന്, താമസിക്കില്ല.
ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റേജിൽ ഞാനത് എപ്പോഴും പറയുന്നത്, എന്ത് പറഞ്ഞാലും ഞാൻ പറയാം, എൻ്റെ നിലപാടുകൾ ചിലപ്പോൾ നാളെ ഒരിക്കൽ മാറിയേക്കാം. സോ ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ കൊച്ചിയിൽ ഇനിയും വിട്ടു പോകില്ല, അല്ലെ നാളെ ഞാൻ ഒരിക്കൽ ഇനി കല്യാണം കഴിക്കില്ല, ഇനി ഞാൻ കല്യാണം കഴിക്കും, ഒന്നും ഞാൻ പറയില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാൻഡാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊച്ചിയിൽ വന്ന് നിൽക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് കൊച്ചിയിൽ വന്നത്. ഒരു സുപ്രഭാതത്തിൽ തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ കൊച്ചിയിലേക്ക് താമസം മാറുന്നു എന്ന് പറഞ്ഞ് നേരെ വന്ന് 2 ദിവസം കൊണ്ട് സ്പീഡിൽ ഫ്ലാറ്റ് സെറ്റ് ചെയ്ത് ഫർണിഷ്ഡ് ഫ്ലാറ്റ് എടുക്കുന്നു. മോനും ഞാനും കൂടെ താമസം തുടങ്ങുന്നു. അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഒരു തനിച്ചുള്ളൊരു, അത് ഭയങ്കര ഒരു സ്ട്രഗിളായിരുന്നു. പക്ഷെ ആ തനിച്ച് നിന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നല്ല ബോൾഡ് ആയതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഓ ഇത്ര നേരം ഫിലോസഫി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. ബേസിക് കോട്ട് ഐ ഓൾവേസ് ഫോളോ ഇൻ മൈ ലൈഫ്. അതായത് നമ്മൾ എന്റെ ലൈഫിൽ നമ്മൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് കോട്ട് ഉണ്ടായിരിക്കും. ആരെയും ചതിക്കില്ല, ഞാൻ ചതിക്കില്ല എന്ന് ഞാൻ തന്നെ എടുത്ത. അതിപ്പോ നമ്മളോട് ഈ സിറ്റുവേഷൻ കൊണ്ട് അപ്പം നമ്മൾ കള്ളത്തരങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഞാൻ കാരണം ഇപ്പം നിങ്ങൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഞാൻ ചതിക്കില്ല. അതേ ഉള്ളൂ എൻ്റെ ലൈഫിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഇങ്ങോട്ട് കമ്മിറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങോട്ടൊരു 100ന്റെ മേലെ. ഈ പെണ്ണുങ്ങളുടെ ഒരു സംഭവമുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇപ്പം നമ്മുടെ പാർട്ട്ണർ ആയാലും ഇപ്പം ആരായാലും ലേഡീസ് പൊതുവെ അവർക്ക് സ്നേഹിക്കുന്ന പോലെ, കെയർ ചെയ്യുന്ന പോലെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ഒക്കെ അവർക്ക് പോലെ മതി. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരുവിധം നല്ല മണ്ടികളാണ് ഇവരെ മറ്റേ എളുപ്പം മേയിക്കാൻ പറ്റിക്കാൻ പറ്റും. അത് എല്ലാ പൊതുവെ സ്ത്രീകൾക്കൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവരെ നന്നായിട്ട് കെയർ ചെയ്യണം, അവരായിരിക്കണം എല്ലാവരുടെ മുന്നിൽ ഇതാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ലേഡീസിന് എല്ലാവർക്കും അതാണ് കേട്ടോ ആവശ്യം. പക്ഷെ പലപ്പോഴും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പം പെണ്ണായിട്ടുള്ള സുഹൃത്തായിക്കോട്ടെ, ആണായിട്ടുള്ള സുഹൃത്തായിക്കോട്ടെ, ഇനി ഭർത്താവ് ആയിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ഒരു ലവർ ആയിക്കോട്ടെ, ആരും ഇത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ആരിത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നോ അവരുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഞാൻ പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. പെണ്ണുങ്ങളെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി നോക്കിക്കോ, സൂപ്പർ ആയിരിക്കും ഇത്. പക്ഷെ എന്റെ ലൈഫിൽ പ്രോപ്പറായിട്ടൊക്കെ പോയില്ല. ചേച്ചി എനിക്കറിയാം ഗംഭീര ആർട്ടിസ്റ്റാ ചേച്ചി. ചെറുപ്പത്തിലെ തൊട്ട് ഡാൻസും കഥകളിയും കൂടിയാട്ടോ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു അല്ലേ? എന്തൊക്കെയോ ചെയ്യുമായിരുന്നു ചേച്ചി. ഡാൻസിന് ഫുള്ള് ചേച്ചി ആക്റ്റീവ് ആയിരുന്നു. ഞാൻ കലാതലായിരുന്നു. ഹസ്ബൻഡ് പുള്ളിക്കാരൻ കലാപ്രതിഭയായിരുന്നു. 5 വർഷം കോട്ടയം ജില്ലയിലെ കലാപ്രതിഭയായിരുന്നു പുള്ളി. ഈ ചേച്ചിയുടെ ഒന്നും മറ്റേ നവരസം ഒന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട്. ചേച്ചി പല സ്റ്റേജിലും ഇട്ട് കണ്ടിട്ടുണ്ട്. ഉറങ്ങിയല്ലേ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയേക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നീ പറയോ? അത് പറയണം. അത് പറയാൻ എനിക്കറിയില്ല ചേച്ചി, അത് ടാസ്ക്. ആദ്യത്തേത് ഞാൻ പറയാം, അറിയാവുന്നത് പോലെ പറഞ്ഞു. ഓർഡർ ഒന്നും കറക്റ്റ് ആയിരിക്കും. വേണ്ട, ഓർഡർ വേണ്ട. ഓക്കെ ഫൈൻ. ആദ്യത്തെ ശാന്തം, അത് ഭയങ്കര എളുപ്പമല്ലേ? ആദ്യമാണോ ശാന്തം? അവസാനത്തിൽ തുടങ്ങാം. ശാന്തം വേണ്ട, ഭയാനകം. ഭയാനകം ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ കൂടിയാട്ടത്തിന്റെ രീതിയിലാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് കൈ വെക്കുന്നുണ്ട് കേട്ടോ. കൈവച്ചോ? എന്നെ കൈവെക്കായിരുന്നു മതി. ഇല്ല, ഇതിന്റെ കൈവെക്കില്ല. ഓക്കെ, ഭയാനകം. ഓക്കെ, ഇതാണ്. ഇതിന് നീ ഭയന്നല്ലേ, എനിക്കാ ഭയനകം. എനിക്കാ ഭയാനകം. കരുണം. കരുണം. അതെങ്ങനെ ചേച്ചി അങ്ങനെ പറപ്പിക്കാൻ പറ്റുന്നത്? ഞാൻ സിദ്ദിഖിക്കോട് ചോദിച്ചു കഴിഞ്ഞ ഇന്റർവ്യൂ. സിദ്ദിഖിക്ക് ഈ പറഞ്ഞ ഇമോഷണൽ രംഗങ്ങൾ അഭിനയിക്കുമ്പോ ഇവിടെ താടി വിറപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇങ്ങനെ വിറപ്പിക്കുന്നത്? കഥകളി പഠിച്ചോണ്ടാ? അതിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാ സിദ്ദിഖ് കഥകളി ചേച്ചി കഥകളി പഠിച്ചോണ്ടാണ്. ഇതിപ്പം അത് കൂടിയാട്ട സമയത്ത് അവിടെ വെച്ച് പഠിപ്പിച്ചത് അങ്ങനെ സാധനം ചെയ്തപോലെ വന്നായിരിക്കും. ഓൾമോസ്റ്റ് കഥ അല്ലാത്തവരും ചെയ്യും. ഇത് മാത്രം ഇത് ശൃംഗാരം അല്ലേ? ചേച്ചിയുടെ ശൃംഗാരം കണ്ട എനിക്ക് ഒരു നാളായി പോയി. അമ്മയുടെ ശൃംഗാരം കണ്ടിട്ടുണ്ടോ നീ? ശൃംഗാരം. പിന്നെ കരുണം. കരുണല്ലേ? കരുണ ഇപ്പൊ കാണിച്ചു. കരുണം കാണിച്ചോ? ഹാസ്യം.
അടിപൊളി. രൗദ്രം ആ കണ്ണു ഉറപ്പിക്കുന്ന സാധനം എനിക്കറിയാട്ടോ. ഇതല്ലേ നിന്റെ കണ്ണേ കാണാനില്ല. ചെറിയ കണ്ണ. ബീവത്സം. ബീവൽസ് എന്ന് വെച്ചാൽ വൃത്തിഹീനമായത്, ഹാസ്യം, ശൃംഗാര ഹാസ്യം, രൗദ്രം, ഭയാനകം, അത്ഭുതം. ഞാൻ കാണിക്കുന്ന സാധനം കാണിക്കാൻ പറ്റുമോ? ഇത് പറ്റുമോ? ഇത് ഞാൻ വീട്ടിൽ വെച്ചേക്കോ, എടുത്തില്ല. അവസാനത്തെ ശാന്തം അല്ലേ? ശാന്തം വരുന്ന സെറ്റ്. ഞങ്ങൾ ഹൈലൈറ്റിൽ ഇത് ഇടും ചേച്ചി, പല ഭാവങ്ങള്. ചേച്ചി വീട്ടിലിടാനുള്ള സാധനം, വീട്ടിലിടാനുള്ള സാധനം കാണിച്ച് അമ്മൂച്ചനെ ചീത്ത പറയുന്നത്. അമ്മച്ചനെ അങ്ങനെ അമ്മച്ചൻ നല്ല ഗുഡ് ബോയ്യാ, ഋഷി പോലെ കാണിച്ചത്. അമ്മച്ചൻ അങ്ങനെ, അമ്മച്ചൻ നല്ല ഗുഡ് ബോയ് കേട്ടോ. ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ടോയ് എന്തെങ്കിലും പറയാ, ഇപ്പൊ ഇല്ല വേണ്ട, ഇപ്പൊ ഇന്ന് ലുലുവിൽ കൊണ്ടുവന്ന് ഏറ്റവും, പക്ഷെ ഇന്നത്തെ പരിപാടി ഒന്നും നടന്നില്ല, അവൻ അഡ്ജസ്റ്റബിൾ ആണ്, നാളത്തേക്ക് ഓക്കെ ഫൈൻ. അപ്പൊ എന്താണെങ്കിലും അത് ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് പറയ് പറ. എനിക്ക് മനസ്സ് തുറക്കാനുണ്ട്. ലുലുവിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞില്ലേ, ഷൂട്ട് ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഷൂട്ടില്ലെന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്, പിന്നെ കൊണ്ടുവന്നല്ലേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട. നിന്നെ വിട്ടുതരില്ല, പിന്നെ കൊണ്ടുവന്നല്ലേടാ പറഞ്ഞേ. അല്ലേ അച്ചക്കുട്ടി എടുത്ത് നാളെ പോവല്ലേ, പിന്നെ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്. പിന്നെ എടാ നിന്നെ എന്ത് കൊണ്ടുവന്നാ പറഞ്ഞ ലുലുവില്? ഇന്ന് രാവിലെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയത്, എന്നിട്ട് പറ്റില്ല എന്ന് നമ്മ പറഞ്ഞില്ലേ? ഇല്ലേ? നിനക്ക് സത്യം കുറച്ച് വിളിച്ച് പറയാനുണ്ടോ അമ്മേനെ പറ്റി? ഇല്ലില്ല, അവനൊന്നും പറയാനില്ല. അമ്മ എങ്ങനെയുണ്ട്, വീട്ടിൽ എങ്ങനെയുണ്ട്? ഭയങ്കര ദേഷ്യക്കാരിയാണോ? പണ്ട് ജിമ്മിൽ പോവാറുണ്ടായിരുന്നു. ഓ നീ എന്താ ബന്ധമുള്ള? ജിമ്മിന് പോവാറ്. അമ്മ തല്ലാറുണ്ടോ? അമ്മ വടിയെടുത്ത് കൈ കൊണ്ട് തല്ലാറുണ്ടോ? പിച്ചാറുണ്ടോ? അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് എന്തിനു വേണ്ടിട്ടാ? എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെ അവനെ ദേഷ്യപ്പെടാനും മാത്രമുള്ള അത് നല്ല കാര്യമല്ലേ? അത് നമുക്ക് മിടിക്കാം അമ്മ ആ കാര്യത്തിന്. പിന്നെ അമ്മ പോട്ടെ, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ, ക്വാളിറ്റി എന്താ? അമ്മയെ പൊന്നെ എന്തുകൊണ്ടാ ഇഷ്ടം? അത് അടിപൊളി. പിന്നെ പിന്നൊന്നുമില്ല. അമ്മയുടെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ? ദേഷ്യപ്പെടുത്തായിരിക്കും. അമ്മ എപ്പോഴും ദേഷ്യപ്പെടുവോ? ഇടയ്ക്ക് ഭയങ്കരയാണോ അമ്മ? പാവണോ? ഞാൻ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കും അമ്മ, ഞാനത് ചെയ്യാതിരിക്കാൻ വേണ്ടി അമ്മയെ ഇപ്പുറത്ത് വന്ന് നിൽക്കോ, ചേട്ടന് കിട്ടുന്നില്ലെന്ന് നിന്നെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇവിടെ നിന്നോ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഒന്നിലാവാൻ പോകുന്നു. ഏത് സ്കൂളിലാ? ഏത് സ്കൂളിലാ? നൈപുണ്യയിലല്ലേ? നൈപുണ്യയിലെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, അമ്മ ഫാൻ ആണല്ലോ, അമ്മയുടെ ചോദിക്കണ്ടോ? അമ്മയുടെ ഫാൻ ആണെന്നൊക്കെ പറയാറുണ്ടോ? കുഞ്ഞുകുട്ടികളല്ലേ, അറിയില്ലായിരിക്കും അല്ലേ? ചോദിക്കാറുണ്ടോ? മുട്ടത്ത് നീ എന്നോട് ഇതുവരെ അറിയില്ലായിരുന്നോ? എന്നോടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഓ ഇങ്ങനെ വല്ല ഇന്റർവ്യൂ ഇരുന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരുന്നില്ലേ? അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? അമ്മ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണോ സിനിമയാണോ? ഏതാ അമ്പുച്ചിനെ ഇഷ്ടം? വെള്ളിമൂങ്ങ, പിന്നെ മേഹുമൂസ. നീ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടല്ലേ? എന്റെ സീരിയല്, എന്റെ പ്രോഗ്രാമുകളും ഞാൻ ചെയ്യുന്ന വ്ലോഗുകളും എല്ലാം തലകം വിലങ്ങും ഇരുന്ന് കാണുന്നത് ഇതിനാ. പിന്നെ മേഹുമൂസ, തന്നെ വെള്ളിമൂങ്ങ, പിന്നെ എന്താ ഇപ്പൊ പുതിയതായിട്ട് വന്ന കരാട്ടേന്റെ അതില്ലേ, അത് സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ആ ഷൂട്ട് കഴിയുമ്പോ അതും കാണും. അത് ഫൈറ്റ്. ഞാൻ അതിനകത്ത്
ഫുൾ ഫൈറ്റ് ഒക്കെയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കരാട്ടെ മേരി എന്ന് പറഞ്ഞിട്ട്. ചേച്ചി കരാട്ടെ പഠിച്ചിട്ടില്ല ഇതിനു മുന്നേ? ഞാൻ കളരി പഠിച്ചിട്ടുണ്ട്. കരാട്ടെ വളരെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൊ ഉണ്ടായിരുന്നില്ല. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണോ അമ്മ? അല്ലല്ല, പാമ്പാടി പക്ഷെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. എന്നെ ഇടിക്കുക. എനിക്ക് കരാട്ടെ അറിയാമോ? എടോ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് ഇനി സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ടോന്നോ? ഞങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചാ മതി എന്ന് പറഞ്ഞ നടക്കട്ടെ. സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ട് മടി. അവന്റെ ടെൻഷൻ സിനിമയിൽ അഭിനയിക്കണല്ല, സ്ക്രിപ്റ്റ് അമ്മ ഞാൻ എങ്ങനെ വായിക്കും? വായിക്കാൻ അറിയണ്ടേ? മലയാളം വലുതായിട്ട് 1ാം ക്ലാസ്സിലായുള്ളൂ. അങ്ങനെ മലയാളം സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാനും മാത്രമൊന്നും അറിയില്ല. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അഭിനയിക്കുന്നുള്ളൂ, അത് വേറെ കാര്യം. ഡയറക്ടർ അങ്കിൾ വേണമെങ്കിൽ പറഞ്ഞു തരും. എന്റെ കൂടെ ഇവൻ ജനിച്ച് 91ാമത്തെ ദിവസം ഞാൻ സിനിമ വീണ്ടും ജോയിൻ ചെയ്തു. അന്ന് മുതൽ എല്ലാ ലൊക്കേഷനിലും ഇവൻ കൂടെ ഉണ്ട്. പണ്ട് അമ്മയുടെ കൂടെ ഉണ്ണം, സെക്കൻഡും അമ്മയുടെ കൂടെ. കാഫിർ എന്ന് പറഞ്ഞൊരു പടം, അത് IFFKയില് അത് പ്രദർശിപ്പിച്ചിരുന്നു ആ പടം. അന്ന് ഇവൻ കുഞ്ഞാ, എന്റെ മോനായിട്ട്. ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ചേച്ചി, ഇത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്താ പറയാതെ? ഇവന് ആഗ്രഹമുണ്ട് പറയാനല്ലേ? ഇച്ചിരി കഴിയട്ടെ. ഇവൻ ഇനിയിപ്പോ ഇവൻ നല്ല നമുക്ക് സന്തോഷല്ലേ നമ്മുടെ മക്കള്. അപ്പൊ അവന് ചെറിയ ചെറിയ സംഭവങ്ങൾ വന്നപ്പോ ഞാൻ വേണ്ടാതെ തന്നെ വെച്ചിട്ടാ. അവൻ എന്തായാലും അഭിനയിക്കും നന്നായിട്ട്. അത് എനിക്കറിയാം അവൻ അഭിനയിക്കുന്നത്. കാര്യം കഴിഞ്ഞിടയ്ക്ക് ഒരു ആഡ് ഫിലിമിൽ എൻ്റെ കൂടെ അഭിനയിച്ചു. അച്ചായൻസ് റൈസ് എന്ന് പറഞ്ഞിട്ട് UK-യിലുള്ള ഒരു പ്രൊഡക്റ്റാ. നമ്മൾ അന്ന് വിഷുവിന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പൊന്ന് ആക്ഷൻ പറഞ്ഞപ്പോ ഓടിയൊക്കെ വന്നിരുന്നത്, ചോറൊക്കെ ഉണ്ട്, അത് ഓർമ്മയില്ലേ? സിനിമയല്ല, ആഡ് ഫിലിം, ആഡ്. അപ്പൊ അതിനകത്ത് അഭിനയിച്ചു. അപ്പോ അന്ന് എനിക്ക് മനസ്സിലായി ആക്ഷൻ പറഞ്ഞപ്പോ പ്രോപ്പറായിട്ട് വന്നിരുന്നു, വന്നപ്പോ കറക്റ്റായിട്ട് ചിരിച്ച് അങ്ങനെ അവന് ഇഷ്ടാണ്. അവൻ കാണുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നം വരില്ല. അവൻ ഇപ്പോഴും എൻ്റെ കൂടെ ഈ സിനിമയുടെ കോഴിക്കോട് ലൊക്കേഷനിൽ ഇവൻ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും. ഇപ്പോഴാണ് കുറച്ച് ദിവസം ഉണ്ടാവാതിരുന്നത്. അണ്ണനെ പിന്നെ മരങ്ങേറ്റം പഠിപ്പിക്കണ്ടല്ലോ അല്ലേ? സുന്ദരനാണ്, വലിയ സ്റ്റാർ ആവട്ടെ അല്ലേ? ടോവിനൊക്കെ പോലെ അടിപൊളി കേട്ടോ ചേച്ചി. അപ്പൊ നമ്മളുടെ ഇന്റർവ്യൂവിൽ ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, പ്രാങ്ക് ഓഫ് ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മുടെ സെഗ്മെന്റ് പേര്. ചേച്ചിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള എനിക്ക് തല്ല് കിട്ടുമെന്ന് കോൺഫിഡൻസ് ആണോ വേണ്ടത്? ഇല്ല, ചേച്ചിന് അത്രയും കട്ടക്ക് കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് വിളിച്ച് നമുക്ക് പറ്റിക്കാം. ആരും നമുക്ക് പറ്റിക്കാൻ യോഗ്യതയുള്ള ഒരു ഫ്രണ്ട് ആരാ? പറ്റിക്കുന്ന ആർക്കോ? പറ്റിക്കുന്ന ഈ യോഗ്യത ഒന്നുമില്ല. അങ്ങനെ നമുക്ക് മഞ്ജു ചേച്ചി വിളിക്കാം. മഞ്ജു പിള്ള ചേച്ചിനെ വിളിക്കാം. മഞ്ജു ചേച്ചി ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്താൽ ചിലപ്പോൾ എല്ലാവരും എല്ലാ രീതിയിലും എടുക്കണമെന്നില്ല. അങ്ങനെ ഇൻഡസ്ട്രിയിൽ മറച്ചിട്ട ഫ്രണ്ട്സ് ഒന്നും എനിക്ക് വളരെ കുറവാ. മഞ്ജു ചേച്ചി പിന്നെ നല്ല മഞ്ജു ചേച്ചി അത് പിന്നെ വലിയ കുഴപ്പമില്ല. ചേച്ചിനെ വിളിക്കാം. ചേച്ചിനെ വിളിച്ചിട്ട് എന്താ പറയാ? ചേച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, നമുക്ക് ഹോട്ടലിൽ ഇരിക്കുക, ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി, ചില വലിയൊരു എമൗണ്ട്, ഒരു 4200 രൂപ അടയ്ക്കണം, ഞാൻ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്, ചേച്ചി പെട്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. ടെസ്റ്റ് അല്ലല്ലോ, ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ, ഗൂഗിൾ പേ തരുമോ? ഗൂഗിൾ പേ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരുമോ? ഗൂഗിൾ പേയുടെ ആദ്യത്തെ പേര് ടെസ്റ്റ് എന്നായിരുന്നു. ഗൂഗിൾ പേ ചെയ്ത് തരുമോ? ആണോ? ജസ്റ്റ് ഫോർ നോളജ് പിടിച്ചോ. ഗൂഗിൾ പേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ മതി. ഗൂഗിൾ പേ കൺഫ്യൂഷൻ വേണ്ട. വിളിച്ചോ? ലൗഡ് സ്പീക്കർ ഇടണം. പണിയാവരുത്. ഞാൻ ഇടയ്ക്ക് ഷൗട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ഷൗട്ട് ചെയ്യണമല്ലോ, എനിക്കറിയില്ലല്ലോ. മഞ്ജു ചേച്ചിയാണോ? ജ്യോതി ചേച്ചിയാണോ? മഞ്ജു ചേച്ചിയാണോ? മഞ്ജു ചേച്ചിയാ? മഞ്ജു ചേച്ചി, ഞാനൊരു അത്യാവശ്യമായിട്ടാണ് വിളിക്കുന്നത്. ഞാനേ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റില്. ഇതോ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നേ. ഇവിടുത്തെ സ്റ്റാഫിന്റെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ വെച്ചാൽ അതായത് ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാ. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി, കയ്യിൽ ക്യാഷും ഇല്ല. അതിന് ഞാൻ അവരോട് ഞാൻ കാശ് എടുക്കാതെ വന്നു. 4250 രൂപ ബില്ലും വന്നു. എനിക്കാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്താൽ മതി, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അപ്പൊ അവന്മാർ പറയുന്നത് ചാർജർ ഇല്ല, ഇതൊക്കെ അറിയാതെയാണോ വന്നതെന്ന് പറഞ്ഞ് ഭയങ്കര സീൻ. ഒരുത്തനൊരു മാനേജർ ഒരുത്തൻ വന്ന് ഇരുന്നിട്ട് കടന്ന് കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. മലയാളിയല്ല. എടി അതല്ല ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ.
ചേച്ചി ആരോടും മിണ്ടായിരിക്കാൻ പറഞ്ഞേ. അല്ല ചേച്ചി സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കാശ് വേണോ അതോ അടയ്ക്കണോന്ന് ചോദിച്ചു നോക്കി. Ma'am, please, ma'am. We don't have time. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് 1 minute please. Ma'am, we don't know Malayalam, ma'am. 1 minute please. 1 minute. It's already taking your time. 15 1 more than minute 15 minutes. please. 1 minute. ഒരു മിനിറ്റ് പ്ലീസ്. ചേച്ചി എന്താ ചെയ്യോ? ഞാൻ ഇവിടുത്തെ നമ്പർ തരട്ടെ, ഇതിലേക്ക് എനിക്കൊരു ഗൂഗിൾ പേ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നാട്ടിലല്ലെന്നേ ഉള്ളത്, ഞാൻ ബാംഗ്ലൂർ, അതാ പ്രശ്നം. ബാംഗ്ലൂരോ? ആന്നേ, ഞാനൊരു മോനുമായിട്ട് വന്നത്, അമ്പാടിയും കൂടെ ഉണ്ട്. അതല്ലേ മലയാളി. നീ എന്തിനാ ഇങ്ങനത്തെ ഇത് കാണിക്കുന്നത്? ഇപ്പൊ എത്ര രൂപ വേണ്ടേ? 4250 രൂപ വേണം. എന്നെ ഇവന്മാര് പറയാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിട്ട് പോയാൽ മതി. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാരുണ്ടോ? അവനോട് വലിയ ചാട കാണിക്കരുന്ന് പറ കേട്ടോ. എന്തില് പറയും ഞാൻ? Ma'am, എത്ര രൂപ? this is the limit. 4250. 4250 രൂപ അവനെ എണ്ണി കൊടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു 500 രൂപ വലിച്ചെറിഞ്ഞിട്ട് നീ മറ്റേ സിനിമയിലെ വല്ല സ്ലോ മോഷൻ ഇറങ്ങി പോരടി, ഞാൻ പൈസ വെച്ചുതരാം. എവിടുന്ന് ചേച്ചി? എങ്ങനെയെങ്കിലും ഉള്ള പൈസ കൊടുക്കുക. കാരണം വെച്ചാല് 500 Ma'am, this is the limit. No, we can't. ഒരു മിനിറ്റ് പ്ലീസ്, ഒരു മിനിറ്റ്. Just get out. Get out. Get out. എത്തോട്ടോ? ആ ശരി, ഗെറ്റോട്ട് കിടത്തി. ചുമ്മാ ഇവൻ കിടന്ന് ഷോ ഓഫ് ആന്നേ. ഒരു താടി വെച്ച ഒരു ചപ്രാമോന്തം വെച്ച ഒരുത്തൻ ആന്നേ. ഇവനൊന്ന് Ma'am, we can't wait. Leave, ma'am. Customers are waiting, ma'am. 1 minute. ചേച്ചി ഒന്ന് ഞാനൊരു നമ്പർ പറയാം. മൊബൈൽ നമ്പറിലേക്ക് ഒരു 4250 ഒന്ന് ഇട്ട് കൊടുക്കുവോ വേഗം? അവനോടൊന്ന് കേരളത്തിലോട്ട് ഒന്ന് കാലൂത്താൻ പറയടി. കേരളത്തിലോട്ട് വരാൻ പറ അവനോട്. വാങ്ങാൻ പറ. ഒരു മിനിറ്റ് അയാൾക്ക് എന്താ സംസാരിക്കണം ഞാൻ കൊടുക്കാം. എനിക്ക് അവനോടൊന്നും സംസാരിക്കണ്ട. Ma'am, ma'am, please speak in English, okay? I don't know Malayalam. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. What is this woman speaking? I don't know. I don't get her language. നിന്റെ അടുത്ത് ആരെങ്കിലും ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞാൽ തിരിച്ചു കൊടുക്കടാ. ചേച്ചിക്ക് മനസ്സിലായി, പ്രായം ആണ് ചുമ്മാ. ചേച്ചി സത്യം പറഞ്ഞു, ചേച്ചിക്ക് മനസ്സിലായില്ലേ പ്രായം കാണുന്നത്? ചേച്ചി മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ കളഞ്ഞു. ചേച്ചി ഹലോ. ചേച്ചി ഹായ്, എന്റെ പേര് ഗദ്ദാഫി എന്നാണ്. ഞാൻ ചാനലിൽ നിന്നാ. ചുമ്മാ ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാ. ആള് മാറിപ്പോയി പോനെ നിനക്ക്. മനസ്സിലായി, ചപ്രമോറൻ എന്നൊക്കെ എന്നെ താടി വെച്ച അവൻ കൈ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാനായിരുന്നെങ്കിൽ ആ മാങ്ങാമോറി എടുത്ത് പറ, പ്രാങ്ക് ചെയ്യാനായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും 4500 വിളിക്കരുത്. അവിടെ വന്ന് വല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു ഐഡിയ, വല്ലതും നശിപ്പിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചോദിക്കണം. ചേച്ചി തരുള്ളായിരുന്നു അല്ലേ? പിന്നെ ഞാൻ അവിടെ ചെന്ന് നശിപ്പിച്ചാൽ ഞാൻ 2.5 ലക്ഷം രൂപ കൊടുക്കാൻ. എടി ഇത് തന്നെ നീ കൊച്ചുമായിട്ട് അവിടെ പോയി നിക്കുവാന്ന് പറഞ്ഞോണ്ടാ ഞാൻ നിനക്ക് കാശ് അയച്ചുതരാന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചേ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ ഏത് സൂര്യ. എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഉള്ളതിൽ നല്ല രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ മഞ്ജു ചേച്ചി മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് വിളിക്കാം. അപ്പം മഞ്ജു ചേച്ചിയെ വിളിക്കാന്ന് പറഞ്ഞത് എന്റെ ഫോൺ. ഇത് വിശ്വസിക്കാൻ എന്താണെന്നറിയാം, 4200 രൂപ എന്ന് പറയുമ്പോൾ നമ്മള് വിശ്വസിക്കും. 4200 രൂപ പിന്നെ കുഞ്ഞുമായിട്ട് പോയി നിൽക്കുമല്ലേ, അത്ര വലിയ എമൗണ്ട് അല്ലല്ലോ. നമുക്കിപ്പോ 4200 രൂപ ഈസി ആയിട്ട് അയച്ചു കൊടുക്കാവുന്നല്ലേ ഉള്ളൂ. നിന്നോടല്ല 4000, അത് 4,00,000. അടുത്ത വട്ടത്തെ പ്രാങ്കിലാണ്. എന്തായാലും ചേച്ചി താങ്ക് യു സോ മച്ച്. എവിടെ ചേച്ചിയുള്ളേ? ഞാൻ മൈസൂർ അടി. ഞാൻ ബേസിലിന്റെ ഒരു പടത്തിലാണ്. ഏത് പടം? ഫാലിമി. ഫാലിമി എന്ന് പറഞ്ഞൊരു സിനിമ, അതായത് ഫാമിലിയെ തിരിച്ചിടുന്ന. ഫാലിമി. നിങ്ങൾ ഹോമും ഫാമിലി കുടുംബം ഇത് മാത്രമേ ചെയ്യൂ? അതെ അതെ. ഞാൻ ഇന്ന് ബേസിൽ പറയുമായിരുന്നു, ഞാൻ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്കൊരു ഭർത്താവും ഒരു അപ്പനും ഒരു അച്ഛനും 2 ആൺപിള്ളേരും നിർബന്ധമാണ്. ചേച്ചി അഭിനയിക്കണമെങ്കിൽ ഇതിലങ്ങനെയാ ബേസ്. 2 പിള്ളേര്, ആൺപിള്ളേരും ഹോം പോലെ തന്നെ. ആണല്ലേ? ഓക്കെ ഓക്കെ. എന്നാ തിരിച്ചു വരുന്നേ? ഞാന് മെയ് 2-ാം തീയതി വരും. മെയ് 2-ാം തീയതി ട്രിവാൻഡ്രം വന്നാൽ ഇതിന്റെ ബാക്കി ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ഉണ്ട്. ചേട്ടൻ മുട്ട അടിക്കണം. അത് ഇവിടുന്ന് മുട്ട അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ടൊരു സീൻ. ഓ ശരി ശരി. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും ശരി. താങ്ക് യു. സോറി എനിക്കാണെങ്കിൽ തുടങ്ങിയപ്പോ മുതല് ചിരിയും വരുന്നുണ്ട്. പേടിക്കാൻ ഞാൻ എന്താ പറയണ്ടെന്ന് അറിയാൻ വേണ്ടി. എനിക്ക് ദേഷ്യം വന്നെന്തര, കൊച്ചിനെയും പിടിച്ചു വെച്ച് അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുത്തോണ്ട് അങ്ങോട്ട് കൊരയ്ക്കുവാ. ഇവൻ പാവാന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ശരി ചേച്ചി, എന്താ വിളിക്കാം.
ശരി ചേച്ചി, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി, ഓക്കെ. അപ്പൊ അതാണ് നമ്മളുടെ മഞ്ജു എന്തൊക്കെയാണ് ചേച്ചി. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞോ? അത് പറ്റില്ല, എനിക്ക് ഇനി കുറെ കൂടെ പറയാനുണ്ട്. ചേച്ചി 1.25 മണിക്കൂറായി. 1.5 മണിക്കൂർ അല്ലേ? കട്ടിയാണ് ഇതിനകത്ത് ഒത്തിരി ഇല്ലേ? അവിടെ പക്ഷെ സമയം പോയതേ അറിഞ്ഞില്ല. അടിപൊളിയായിരുന്നു. നമുക്കൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നില്ല ചേച്ചിക്ക് സംസാരിച്ചു തുടങ്ങാൻ. എനിക്കറിയില്ല ഇത് എന്നോട് മാത്രം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ തന്നെയാണോ? ഞാൻ വർത്താനം പറയാൻ അല്ല, നീ ഭയങ്കര ചേച്ചി. അതെ അതെ, അല്ല അങ്ങനല്ല. ഇപ്പം നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിച്ചു കഴിഞ്ഞാലേ നമുക്കങ്ങ് സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു ആങ്കറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഇരിക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നന്നായിട്ട് വേണ്ടത്. നിങ്ങളല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ അവരെ പറഞ്ഞു വിടാൻ നിങ്ങൾ സ്പേസ് കൊടുത്ത് ഇഷ്ടംപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കൊക്കെ ഉണ്ട് കുറേ. എനിക്കിനിപ്പോൾ ഒരു 5 എപ്പിസോഡിനുള്ള അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത്രയും നേരം ടൈം പോയത് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. ഇതിനകത്ത് ഷാജി പാപ്പൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഇതിന്റെ മെയിൻ ആൾക്കാർക്കും, പിന്നെ അപ്പൂസ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചത്. അപ്പൂസ് വന്നിട്ടുണ്ട്. അപ്പൂസിനും കുറച്ചു നേരം ഇവിടെ ഞാൻ പോസ്റ്റ് ആക്കി. എന്താന്നറിയോ, ഇത്രയും ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റ് ആക്കി സുന്ദരി എന്നൊന്നും പറഞ്ഞില്ല, റെഡിയായി ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണ ഒരു ടൈം എടുത്തു. അതാണ്. അപ്പോ എല്ലാവർക്കും ആൻഡ് നിങ്ങൾക്കും. എന്റെ പേരെന്താ? സുന്ദരൻ. സത്യമാണ്. എന്താ മോന്റെ പേരെന്താ? മോനല്ല, ഇവന് പ്രായമൊന്നുമില്ല. എനിക്ക് 26-27 വയസ്സ്. അതുകൊണ്ടല്ലേ മോനെന്ന് വിളിച്ചേ. എനിക്ക് 33 വയസ്സിന് മേലെയില്ല. അപ്പൊ എനിക്കൊരു എന്റെ ഒരു അനിയന്റെ പ്രായമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മകനെ ഹദ്ദാഫ്. ഞാൻ ശോഭിക്കട്ടെ. ഗദ്ദാഫി ചേച്ചി. ഗദ്ദാഫി ഏകദേശം ഇപ്പോഴാണ് ഞാൻ ആ പേര് കേട്ടത്. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആങ്കർ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ കുട്ടിയുടെ പേര് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടിയുടെ ഇന്റർവ്യൂസും നിങ്ങളുടെ ഇത് ചെയ്യുന്ന പാർവതി, അതിന്റെ ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെയും ഇങ്ങനെ മെയിൽ ആങ്കർ ആണ്. ഗദ്ദാഫി എളുപ്പമുള്ള വല്ല രാജേഷോ സുരേഷോ സുമേഷോ അന്വേഷിക്കുകയാണെങ്കിൽ ഗദ്ദാഫി നല്ല പേരാട്ടോ. എന്താ അതിന്റെ മീനിങ്? ഗദ്ദാഫി എക്സ് ലിബിയൻ പ്രസിഡന്റ് ആയിരുന്നു. ഗദ്ദാഫി മീനിങ് എന്താന്നാ ചോദിച്ചത്? മീനിങ് ഒന്നും ചോദിച്ചാ വേണ്ട. എക്സ് ലിബിയൻ പ്രസിഡന്റ് അത്ര മതി. ഖുറാൻ ക്യാരക്ടറാ ഗദ്ദാഫി. ആണല്ലേ? പക്ഷേ മുസ്ലിം അല്ല, ഹിന്ദുവാ. ആരായാലും എന്താ, മനുഷ്യനായാൽ മതി. നല്ല മനസ്സുള്ള നല്ലൊരു മനുഷ്യനാവട്ടെ. അതെ അതെ, സത്യം. നല്ല മനുഷ്യരെ പോലെ ഇതുപോലെ മീറ്റ് ചെയ്യാനും പറ്റട്ടെ, എനിക്ക് അവസരം ഉണ്ടാവട്ടെ അല്ലേ? ഒരുപാട് എല്ലാവരും നല്ലതാടോ. ആരിപ്പോ നല്ലല്ലാത്ത അവനവന്റെ സിറ്റുവേഷൻസ് ആണ് എല്ലാവരെയും നല്ലതും ചീത്തയും ആക്കുന്നത്. എല്ലാവരിലും നന്മയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് കൂടുതൽ നന്മയുണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കേറി ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. നന്മ. അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു. കാണണം. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അയ്യോ, 35,000 രൂപ. എടാ ഇവിടെ ഷൂട്ട് കിടക്കണ. ഞാൻ കൺക്ലൂഷൻ പറഞ്ഞോട്ടെ. വീട്ടിൽ കൂടെ ഔട്ട് പോകുന്നല്ലേ. ആ ഫോൺ കൊണ്ട് വെച്ചിട്ട് വരാം. ഷൂട്ടായത് അവൻ നോക്കിയപ്പോ അവന് ഷൂട്ടായിട്ട് ഫീൽ ചെയ്യണില്ലേ. അപ്പോ എല്ലാവർക്കും എനിക്ക് പ്രേക്ഷകരോട്, നിങ്ങൾ നോർമലി എല്ലാവരും പറയുന്നത് പ്രേക്ഷകരോട് എന്തിനും പറയണ്ടോ, ഒരു ക്ലീശ സാധനമാണ്. എന്നാലും എനിക്ക് പറയാനുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപാട് നല്ല സിനിമകൾ വരുന്നുണ്ട്. എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ ആമസോണിലും നെറ്റ്ഫ്ലിക്സിലൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ. തിയേറ്ററുകൾ എന്നുള്ള പറഞ്ഞ സാധനം അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് എല്ലാവരും സിനിമകൾ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഷാജി പാപ്പൻ സബ്സ്ക്രൈബ് ചെയ്യുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അക്കൗണ്ട് ഫോളോ ചെയ്യുക. വീണ നായരുടെ അക്കൗണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഗദ്ദാഫിന്റെ അക്കൗണ്ട് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. പിന്നെ എന്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. കുറെ കാലമായിട്ട് വി വൈബ്സ് എന്നാണ് ആ ചാനലിന്റെ പേര്. ഞങ്ങളിപ്പോ ഞാനും മോനും കൂടെ ഒരു ട്രിപ്പ് പോവാണ് നെക്സ്റ്റ് മന്ത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് സോനാംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവന് മഞ്ഞ് കാണണം എന്ന് പറഞ്ഞു. സോ അപ്പൊ അതിന്റെ ഒരു ട്രാവൽ വ്ലോഗ് എല്ലാം കൂടെ വരുന്നുണ്ട്. കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനി അതങ്ങ് ഭയങ്കര സൂപ്പർ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ആ ചാനൽ